അപ്പൊ അക്യൂട്ട് ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അക്യൂട്ട് മയാസത്തിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ടും പറഞ്ഞോളൂ. റിക്കറന്റും നോൺ റിക്കറന്റും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ക്രോണിക് മയാസോ? സോറസ്, സിഫിലിസ്, സൈക്കോസിസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പിന്നെ സെക്കൻഡറി ആക്ഷൻ എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? 2 ടൈപ്പ്. നമ്മൾ പ്രൈമറി ആക്ഷനും സെക്കൻഡറി ആക്ഷനും പറഞ്ഞു അല്ലെ? 2 ടൈപ്പ്. പ്രൈമറി ആക്ഷൻ എന്ന് പറഞ്ഞാല് ആരുടെ പ്രൈമറി ആക്ഷൻ? ഡ്രഗിന്റെ. മെഡിസിൻസിന്റെ ആണ് അല്ലെ? അതെ അതെ, വെരി ഗുഡ്. ഡ്രഗ്സിന്റെ ആണ് പ്രൈമറി ആക്ഷൻ. സെക്കൻഡറി ആക്ഷനോ? വൈറ്റൽ ഫോഴ്സിന്റെ ആക്ഷൻ ആണ് സെക്കൻഡറി ആക്ഷൻ അല്ലെ? സെക്കൻഡറി ആക്ഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെക്കൻഡറി ക്യൂറേറ്റീവ് ആൻഡ് കൗണ്ടർ ആക്ഷൻ. ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സെക്കൻഡറി ക്യൂറേറ്റീവ് ആക്ഷനും കൗണ്ടർ ആക്ഷനും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഹാനിമാനിയൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 3 ക്ലാസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇൻഡിസ്പോസിഷൻ, സർജിക്കൽ ഡിസീസ്, ഡൈനാമിക് ഡിസീസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, കുറെ ക്ലാസ്സിലായി നിങ്ങൾ കേൾക്കുന്നുണ്ട് ഡ്രഗ് പ്രൂവിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഹാനിമാൻ ഹോമിയോപ്പതി കണ്ടുപിടിച്ചത് സിങ്കോണ ഇന്റർമിറ്റന്റ് ഫീവർ സിങ്കോണ ബാർക്കിൻ്റെതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹാനിമാൻ എന്ത് ചെയ്തു? സ്വയം എക്സ്പെരിമെന്റ് ചെയ്തു അല്ലെ? അങ്ങനെയാണ് ഡ്രഗ് പ്രൂവിങ്ങിന്റെ തുടക്കം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രഗ് പ്രൂവിങ് എപ്പോഴും നമ്മൾ അലോപ്പതി മെഡിസിൻ നമ്മളറിയാം ട്രയലൊക്കെ നടത്തുന്നത് ആനിമൽസിലാണ് കൂടുതലും. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ഹോമിയോപ്പതിയില് മെഡിസിൻസിന്റെ പ്രൂവിങ് നടത്തുന്നത് എപ്പോഴും ആരിലായിരിക്കണം? എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലായിരിക്കണം ഡ്രഗ് പ്രൂവിങ് നടത്തേണ്ടത്. അപ്പൊ നമുക്ക് ഡ്രഗ് പ്രൂവിങ് എന്താണ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ മെഡിസിൻ കൊടുക്കണം, എങ്ങനെയാണ് സിംറ്റംസ് റെക്കോർഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റും റെജിമെനും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡ്രഗ് പ്രൂവിങ്? ഡ്രഗ് പ്രൂവിങ് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക് ഡ്രഗ് പ്രൂവിങ് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഹോമിയോപ്പതിയുടെ ബൈബിളാണ് ഓർഗനോൺ ഓഫ് മെഡിസിൻ. ഹാനിമാൻ 6 എഡിഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓർഗനോണില് ഡ്രഗ് പ്രൂവിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന അഫോർസം 105 to 145 ആണ് കേട്ടോ. അഫോർസം 105 മുതൽ 145 വരെയാണ് ഹോമിയോപ്പതിക് ഡ്രഗ് പ്രൂവിങ്ങിനെ കുറിച്ചിട്ട് ഹാനിമാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഫോർസം 105 ഡെഫിനേഷൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് എ നോളജ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഇന്റൻഡഡ് ഫോർ ദ ക്യൂർ ഓഫ് നാച്ചുറൽ ഡിസീസസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പത്തോജനറ്റിക് പവർ ഓഫ് മെഡിസിൻസ് എന്നാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, അതായത് എന്താണ് സിങ്കോണ, എന്തുകൊണ്ടാണ് സിങ്കോണ കഴിക്കുമ്പോൾ ഇന്റർമിറ്റന്റ് ഫീവർ മാറുന്നത് എന്നാണ് ഹാനിമാൻ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ ഹാനിമാൻ എന്താണ്, ഹെൽത്തി ആയിരുന്ന ഹാനിമാൻ സ്വയം സിങ്കോണ കഴിച്ചപ്പോൾ എന്തുണ്ടായി? ഇന്റർമിറ്റന്റ് ഫീവർ ആവുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവോ അതൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളില് അതേ സാധനം കഴിച്ചപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായോ അതുകൊണ്ടാണ് ആ മെഡിസിൻ ഇന്റർമിറ്റന്റ് ഫീവർ എന്ന അസുഖം വരുമ്പോൾ കൊടുക്കുമ്പോൾ ആ അസുഖം മാറുന്നതായിട്ട് കണ്ടത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ അതന്നെയാണ് പറയുന്നത് ഡെഫിനേഷൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അക്വയറിംഗ് എ നോളജ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ ഇവിടെ മെഡിസിൻസ് ആണ്. നോളജ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഇന്റൻഡഡ് ഫോർ ദ ക്യൂർ ഓഫ് നാച്ചുറൽ ഡിസീസ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പത്തോജനറ്റിക് പവർ ഓഫ് മെഡിസിൻസ്. അതായത് പത്തോജനറ്റിക് പവർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ പത്തോജനറ്റിക് എന്ന് പറഞ്ഞാൽ ഡിസീസ് അല്ലെങ്കിൽ അസുഖം ഉണ്ടാക്കാനുള്ള മരുന്നുകളുടെ കഴിവ്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ. ഈ അസുഖം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാക്കാനുള്ള ഇതേ കഴിവ് തന്നെയാണ് അസുഖം വന്ന ആൾക്കാരിൽ ഈ അസുഖം മാറ്റാനുള്ള മെഡിസിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അസുഖം ഉണ്ടാക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ അസുഖം ഉണ്ടാക്കാനുള്ള ഒരു മെഡിസിൻസിന്റെ കഴിവ്, അതാണ് നമ്മൾ ഡ്രഗ് പ്രൂവിംഗിൽ നോക്കുന്നത്. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്. അത് പറയുന്നത് അഫോറിസം 105 ഓക്കെ, ഇനി ഡ്രഗ് പ്രൂവിംഗ് നമ്മൾ എപ്പോഴും പറഞ്ഞു എന്താണ്? ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാണ് ചെയ്യേണ്ടതെന്ന് അല്ലെ?
അഫോർഡിസം നമ്പർ നിങ്ങൾക്ക് ആവശ്യം വരില്ല എന്ന് തോന്നുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക പ്രധാനപ്പെട്ട അഫോർഡിസംസ് മാത്രം. അപ്പോൾ ഡ്രഗ് പ്രൂവിങ് ഇൻ ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് പറയുന്നത് അഫോർഡിസം 108 അതായത് നമ്മൾ പറയുന്നത് മെഡിസിൻസ് എപ്പോഴും എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ കൊടുക്കണം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ എപ്പോഴും പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ മോഡറേറ്റ് ഡോസിൽ കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മെഡിസിൻ മസ്റ്റ് ബി പ്രൂവ്ഡ് ഓൺ ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് ഇൻ മോഡറേറ്റ് ഡോസസ്. അപ്പോൾ ലാർജ് ഡോസിൽ ഒരിക്കലും കൊടുക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ മോഡറേറ്റ് ഡോസിലാണ് മെഡിസിൻസ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് അഫോർഡിസം 108. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെ, എന്തുകൊണ്ടാണ് സിക്കായിട്ടുള്ള പറഞ്ഞാൽ അസുഖമുള്ള ആൾക്കാരിൽ കൊടുക്കരുത് എന്ന് പറയുന്നത്? അത് അഫോർഡിസം 107 കേട്ടോ പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് അസുഖമുള്ള ആൾക്കാരിൽ കൊടുക്കരുത് എന്നാണ്, പിന്നീട് എന്തുകൊണ്ട് എങ്ങനെ കൊടുക്കണം എന്ന് പറയണം. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അസുഖമുള്ള ആൾക്കാർ കൊടുത്താൽ എന്താ ഉണ്ടാവുക? നമുക്ക് മെഡിസിൻസിന്റെ യഥാർത്ഥ എഫക്ട് കിട്ടില്ല അല്ലെ, ഓൾറെഡി അയാൾക്ക് അസുഖം വന്നിരിക്കുകയാണ്. അപ്പൊ ആ അസുഖത്തിന്റെ സിംറ്റംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഓൾറെഡി ഇയാൾക്ക് അസുഖം വന്നിട്ട് സിംറ്റംസ് ഉള്ള കാരണം ഇത് രണ്ടും കൂടി മിക്സ് ആവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അസുഖമുള്ള അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ ഡ്രഗ് പ്രൂവിങ് നടത്തരുത് എന്ന് പറയുന്നു. ഓക്കെ, അത് പറയുന്നത് അഫോർഡിസം 107 അപ്പോൾ ഡ്രഗ് പ്രൂവിങ് എപ്പോഴും ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ മോഡറേറ്റ് ഡോസിൽ നടത്തണം. ഒരിക്കലും സിക്ക് ആയിട്ടുള്ള ആൾക്കാർ നടത്തരുത്. കാരണം ഓൾറെഡി സിക്ക് ആവുമ്പോൾ ഉണ്ടാവുന്ന ഡിസീസ് സിംറ്റംസും നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റംസും കൂടി മിക്സപ്പ് ആവും. ഓക്കെ, ഇനി പറയുന്നത് നമ്മൾ സോഴ്സസ് ഓഫ് പത്തോജനറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഡ്രഗ്സ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എന്താ, നമ്മൾ ഡ്രഗ്സിന്റെ പത്തോജനറ്റിക് പ്രോപ്പർട്ടി അറിയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ പണ്ട് ഇത് ഹാനിമാൻ നമ്മൾ 1790 ആ ഒരു ഇയറിലാണ് ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് കണ്ടുപിടിച്ചേ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനു മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ മെഡിസിൻസിന്റെ ഒക്കെ പത്തോജനറ്റിക് പ്രോപ്പർട്ടി അറിഞ്ഞിരുന്നത് എന്നാണ് അഫോർഡിസം 110 പറയുന്നത്. അപ്പൊ അതിൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പോയിസണിങ് അതായത് ഇപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും എടുത്ത്, നമ്മളിപ്പോ നാള് അരളി കഴിച്ച് കാർഡിയക് അറസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, അരളി കാർഡിയക് പോയിസൺ ആണ്. നമ്മൾ സാധാരണ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിലൊക്കെ കിട്ടുന്ന ഒരു പൂവാണ് അല്ലെ. അപ്പൊ അതുപോലെ ആക്സിഡന്റൽ പോയിസണിങ്സ് വഴി ഏതെങ്കിലും ഒരു ഡ്രഗ്സ് കൂടുതൽ എടുത്ത് കഴിക്കുക, ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സൂയിസൈഡൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം മരിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഒരാളെ കൊല്ലാൻ വേണ്ടിട്ടോ അങ്ങനെയൊക്കെ മെഡിസിൻസ് എടുത്ത് കഴിക്കുമ്പോൾ എന്തായി, ഈ ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവരല്ലേ ഓരോന്നും എടുത്ത് കഴിച്ചു കഴിഞ്ഞാല്. അപ്പോൾ പണ്ടുള്ള ഫിസിഷ്യൻസ് അവരുടെ ഒരു ഇത് കാണിക്കാൻ, അതായത് ഇപ്പോ അസുഖം ആയിട്ടല്ല മീൻസ് പോയിസണിങ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ട്രീറ്റ് ചെയ്തിട്ട് ആള് മരണപ്പെട്ടേക്കാം അല്ലെ, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആള് രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ പണ്ടുള്ള ആൾക്കാര് എന്താ അവരുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി, അതായത് ഇപ്പൊ ആൾക്കാരെങ്ങാനും ഇതുപോലെ എടുത്തു കഴിച്ച ആൾക്കാരെങ്ങാനും വന്ന് മരിച്ചാല് അത് അത്രയും ഇങ്ങനെ പോയിസണസ് പ്രോപ്പർട്ടി കാരണമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും പോയിസണസ് ആയിട്ടുള്ള സാധനം കഴിച്ച് നമ്മളെ കഴിവുകൊണ്ട് രക്ഷപ്പെടുത്തി എന്നൊക്കെ കാണിക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനത്തെ ഓരോന്നും പണ്ട് ഇങ്ങനെ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എന്താണ് ഇങ്ങനെ ടോക്സിക് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ പോയിസണിങ് ആണ് അല്ലെങ്കിൽ ഈ ഡ്രഗ് കഴിച്ചാൽ ഇങ്ങനെ ഓരോ കുഴപ്പമുണ്ടാവും. അപ്പൊ ഇങ്ങനെ പത്തോജൻസിറ്റി ഓഫ് ഡ്രഗ്സ് പണ്ട് ഇങ്ങനെ അറിഞ്ഞിരുന്നത് ഇതുപോലുള്ള ആക്സിഡന്റൽ പോയിസണിങ്സും അതുപോലുള്ള സൂയിസൈഡിന് വേണ്ടിയിട്ടും ഹോമിസൈഡ് പ്രോപ്പർട്ടീസിനൊക്കെ വേണ്ടിയിട്ട് മെഡിസിൻ എടുത്ത് കഴിച്ചിട്ടുള്ള അങ്ങനെയുള്ള കുറെ റെക്കോർഡിങ്സ് അല്ലെങ്കിൽ കേട്ടറിവുകൾ അങ്ങനെയൊക്കെയാണ് പണ്ട് മെഡിസിൻസിന്റെ പത്തോജൻസിറ്റി അറിഞ്ഞിരുന്നത് എന്നാണ് ആ ഫോഴ്സത്തിൽ ഹാനിമാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് പത്തോജനറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഡ്രഗ്സ് ഹാനിമാൻ പറഞ്ഞിരിക്കുകയാണ് അഫോർഡിസം 110. അതെന്തൊക്കെയാണ് ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആക്സിഡന്റൽ പോയിസണിങ്സ്, അരടിയിലൊക്കെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. പണ്ടും അതുപോലെ ഓരോ സാധനങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ എടുത്ത് ബൈ മിസ്റ്റേക്ക് കഴിച്ച് പോയിസണിങ് ആയത്, അതുപോലെ സൂയിസൈഡിന് വേണ്ടിയിട്ട് ഹോമിസൈഡൽ പർപ്പസിന്, ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാനായിട്ട് വിഷം കൊടുത്ത് കൊല്ലില്ലേ അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു പണ്ട് പത്തോജനറ്റിക് പ്രോപ്പർട്ടി അറിയാനുള്ള സോഴ്സുകൾ. ഓക്കെ, ഇനി അടുത്തൊരു ഫോഴ്സത്തിൽ പറയുന്നത് ഇഡിയോസിൻക്രസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് അഫോർഡിസം 107 പറഞ്ഞത്. അതായത് നമ്മൾ ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഡിയോ എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതായത് നമ്മൾ ചില ആൾക്കാർക്ക് ചില ഫ്ലവറിന്റെ സ്മെല്ല്, ചില സാധനങ്ങളുടെ മണങ്ങള്, ചില സാധനങ്ങൾ പറ്റില്ല. അതായത് നോർമലി ബാക്കിയുള്ളവർക്ക് ആ സാധനങ്ങൾ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് എന്തിനേയും സ്മെല്ലിനോ കൊണ്ട് അലർജിയോ തലവേദനയോ തലകറക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വോമിറ്റിങ്ങോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ,
അതായത് അവർക്ക് നോർമലി ആ ഒരു സാധനം കൊണ്ട് ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഈ ഒരു കൂട്ടർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതാണ് എന്ത് ഇഡിയോസിൻക്രറ്റിക് പ്രൂവർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ചില മണങ്ങളോട്, ചില സാധനങ്ങളോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പക്ഷെ നോർമലി ഒരാൾക്കാർക്ക് അതേ സാധനം കൊണ്ട് നോർമൽ പേഴ്സൺസിൽ കുഴപ്പമുണ്ടാവില്ല, ചില ആൾക്കാർ ചില ഇതിനോട് സെൻസിറ്റീവ് ആവും. അപ്പൊ ഈ ആൾക്കാരെ നമുക്ക് പ്രൂവർ ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ഇഡിയോസിൻക്രറ്റിക് പ്രൂവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഇങ്ങനെയാണ് ഹാനിമാൻ അഫോഴ്സത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Peculiar corporeal constitutions, which although otherwise healthy, possess a disposition to be brought into more or less morbid state by certain things which seem to produce no impression and no change in many other individuals. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അവര് ഹെൽത്തി ആയിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചില സാധനങ്ങളോട് എന്താണ് ഒരു സെൻസിറ്റീവ്നെസ്, ചില സാധനങ്ങൾ കാരണം അവർക്കൊരു പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പൂവിന്റെ മണമോ ചില സാധനങ്ങളുടെ സ്മെല്ലോ അല്ലെങ്കിൽ ചിലത് കഴിക്കുമ്പോൾ നമുക്ക് പറ്റാണ്ട് വരിക. ഓക്കെ, അത് മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ അതർവൈസ് ആ ആൾക്കാർ ഹെൽത്തി ആയിരിക്കും, അവർക്ക് വേറെ അസുഖങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചില സാധനങ്ങളോട് സെൻസിറ്റീവ്നെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ആ എന്തിനോടാണ് സെൻസിറ്റീവ് അത് പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇഡിയോസിൻക്രറ്റിക് പ്രൂവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഡ്രഗ് പ്രൂവിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പ്രീ റിക്വസിഷൻ ഓഫ് ഡ്രഗ് പ്രൂവിങ്, എന്തൊക്കെ കാര്യങ്ങൾ വേണം. അപ്പോൾ ഡ്രഗ് പ്രൂവിങ്ങിന് നമുക്ക് എന്തൊക്കെ വേണം, ഡ്രഗ് വേണം. ഓക്കെ, ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൂവേഴ്സിന് കൊടുക്കുന്ന ഡ്രഗ്, പ്രൂവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഹാനിമാൻ പ്രൂവ് ചെയ്ത പോലെ ആരിലാണോ കൊടുക്കുന്നത് അവരാണ് പ്രൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗ് എപ്പോഴും പ്യുവർ ആൻഡ് ജെന്യൂയിൻ ക്വാളിറ്റി ആയിരിക്കണം. ഓക്കെ, എപ്പോഴും പ്യുവർ ആൻഡ് ജെന്യൂയിൻ ക്വാളിറ്റി ഡ്രഗ് ആയിരിക്കണം. പിന്നെ പ്രൂവർ, അതായത് ആരാണോ ഇത് കഴിക്കണം, നമ്മൾ പറഞ്ഞ ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് ആണ് പ്രൂവേഴ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ പ്രൂവേഴ്സ് എങ്ങനെയായിരിക്കണം, ഹെൽത്തിയും ആയിരിക്കണം, സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡ്രഗ് പ്യുവർ ആൻഡ് ജെന്യൂയിൻ ക്വാളിറ്റി ആയിരിക്കണം, പ്രൂവർ എപ്പോഴും ഹെൽത്തി ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കണം. പിന്നെന്താ, എൻവയോൺമെന്റ് നോർമൽ സറൗണ്ടിങ്സ് ആയിരിക്കണം, വേറെ ഇതൊന്നും ഉണ്ടാവില്ല, ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ആയിരിക്കണം. അതായത് അവർക്ക് മെന്റലിയോ ഫിസിക്കലിയോ വേറെ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, നോർമൽ ഒരു സറൗണ്ടിങ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്യുവർ ആൻഡ് ജെന്യൂൻ ക്വാളിറ്റിയിലുള്ള ഡ്രഗ് വേണം, പ്രൂവർ എപ്പോഴും ഹെൽത്തി ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കണം, എൻവയോൺമെന്റ് എപ്പോഴും നോർമൽ സറൗണ്ടിങ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി അപ്പോൾ ഡ്രഗ് പ്രൂവിങ്ങിന്റെ നമ്മൾ ആദ്യം ഡ്രഗ് വേണമെന്ന് പറഞ്ഞാൽ അല്ലേ ഡ്രഗ് പ്രൂവിങ്ങിന്. അപ്പോൾ ഡ്രഗ്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, അതായത് ഡ്രഗ് പ്രൂവിങ്ങിനുള്ള മെഡിസിൻസിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന അഫോഴ്സം 123 കേട്ടോ. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ഡ്രഗ് പ്രൂവിങ് അഫോഴ്സം 123 ആണ്. അപ്പൊ മെഡിസിൻസ് എപ്പോഴും നമ്മൾ പറഞ്ഞു പ്യുവർ ആയിരിക്കണം, പെർഫെക്റ്റ്ലി സിമ്പിൾ ആൻഡ് അൺഅഡൾട്ടേഡ് ഫോം, അതായത് മെഡിസിൻസിൽ വേറെ മായം കലർത്താനൊന്നും പാടില്ല, സിമ്പിൾ ആയിരിക്കണം. അൺഅഡൾട്ടേഡ് എന്ന് പറഞ്ഞാൽ വേറെ മായം അല്ലെങ്കിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ്ലി സിമ്പിൾ അൺഅഡൾട്ടേഡ് ഫോമിലായിരിക്കണം എപ്പോഴും നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിനുള്ള മെഡിസിൻസ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഓരോ കാറ്റഗറി മെഡിസിൻസ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഡിജിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നേറ്റീവ് പ്ലാന്റ്സ് എന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഡ്രഗ്സ് ആണെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ജ്യൂസ് മിക്സഡ് വിത്ത് ആൽക്കഹോൾ ടു പ്രിവെന്റ് ഇറ്റ് സ്പോയിലിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക, അത് കുറച്ച് ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്യുക, ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്യുന്നത് എപ്പോഴും അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഇൻഡിജിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നേറ്റീവ് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ജ്യൂസ് മിക്സഡ് വിത്ത് ആൽക്കഹോൾ, ആൽക്കഹോൾ മിക്സ് ചെയ്ത് അത് സ്പോയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എക്സോട്ടിക്കലി ഫോറിൻ വെജിറ്റബിൾ സബ്സ്റ്റൻസസ്, നമ്മുടെ ഇവിടെ കാണാത്ത വേറെ സ്ഥലങ്ങളിലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിപ്പയർ ഇൻ പൗഡർ ഫോം അല്ലെങ്കിൽ ടിഞ്ചർ വിത്ത് ആൽക്കഹോൾ. അതായത് നമ്മൾ ഫ്രഷ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ടിഞ്ചർ ഫോമിലോ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ആഫ്റ്റർവാർഡ്സ് മിക്സഡ് വിത്ത് എ സെർട്ടൻ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ, പിന്നെ കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള നേറ്റീവ് പ്ലാന്റ്സ് ആണെങ്കിൽ ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ജ്യൂസും അതിൻ്റെ ഒപ്പം കുറച്ച് ആൽക്കഹോളും, നമ്മൾ എക്സോട്ടിക് അല്ലെങ്കിൽ ഫോറിൻ വെജിറ്റബിൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ പൗഡർ ഫോം അല്ലെങ്കിൽ കുറച്ച് ആൽക്കഹോൾ മിക്സ് ചെയ്ത് ടിഞ്ചർ ഫോമിൽ അതായത് ലിക്വിഡ് ഫോമിൽ പ്രിപ്പയർ ചെയ്യണം ഫ്രഷ് സ്റ്റേറ്റിലാണെങ്കിൽ. അതിനുശേഷം കുറച്ച് വാട്ടർ മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി സോൾട്ട്, ഗംസ്, നമ്മൾ സോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, എല്ലാത്തിനും നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ സോൾട്ടും ഗമ്മും ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസോൾവ് ഇൻ വാട്ടർ ജസ്റ്റ് ബിഫോർ ബീങ് ടേക്കൺ, നമ്മൾ എടുക്കുന്നതിനേക്കാൾ മുന്നേ കുറച്ചൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ സോൾട്ടും ഗമ്മാണെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് കഴിക്കണം. ഓക്കെ,
ഈ ഡ്രൈ പ്ലാന്റ്സ് ആണെങ്കിലോ, ഡ്രൈ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് എന്താ, മറ്റേ ഫ്രഷ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും അതിന്റെ എക്സ്ട്രാക്ട് ഒക്കെയാണ് എടുക്കുന്നത് അല്ലെ, ഓരോരോ പാർട്ട് നമ്മൾ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഓരോരോ പാർട്ടുകളാണ് എടുക്കുന്നത്. അപ്പൊ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എന്താ, അതിന്റെ ആ മെഡിസിൻ എടുക്കാൻ ബുദ്ധിമുട്ടാവും, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ പ്ലാന്റ്സിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ബോയിലിംഗ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒരു ഇൻഫ്യൂഷൻ ഉണ്ടാക്കും. എന്നിട്ട് അത് എന്താണ്, ഫ്രഷ് ആയിട്ട് അതേ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഡ്രൈ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെഡിസിനൽ പ്രോപ്പർട്ടീസ് കിട്ടണമെങ്കിൽ അതിന്റെ ആ മെഡിസിൻ ഇത് എക്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി മാറ്റി അതിലേക്ക് കുറച്ച് എന്താ ബോയിലിംഗ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഇൻഫ്യൂഷൻ ഉണ്ടാക്കണം. എന്നിട്ട് അതേ ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ആ അതേ ചൂടോട് കൂടി നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഡ്രൈ പ്ലാന്റ്സ് നമ്മൾ ഒരിക്കലും ആൽക്കഹോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രഷ് ആയിട്ട് അതായത് ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത്. അത് നമ്മളിത് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ആൽക്കഹോൾ മിക്സ് ചെയ്യില്ല ഡ്രൈ പ്ലാന്റ്സിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ ഫോർ ഡ്രഗ് പ്രൂവിങ്, അപ്പോഴ്സം 123 പറയുന്നത്, മെഡിസിൻ നമ്മൾ എപ്പോഴും ഡ്രഗ് പ്രൂവിന് വേണ്ടി എടുക്കുമ്പോൾ പെർഫെക്റ്റ്ലി സിമ്പിൾ അൺഅഡൾട്ടേഡ് ഫോമിലായിരിക്കണം എടുക്കേണ്ടത്. അത് നേറ്റീവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡിജിനസ് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് മിക്സർ വിത്ത് ആൽക്കഹോൾ. ഇനി ഫോറിൻ വെജിറ്റബിൾ സബ്സ്റ്റൻസ് ആണെങ്കിലോ പൗഡർ ഫോമിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത് ടിഞ്ചർ ഫോമിൽ എടുക്കണം ഫ്രഷ് സ്റ്റേറ്റ് ആണെങ്കിൽ. പിന്നീടാണെങ്കിൽ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്യണം. പിന്നെ സോൾട്ടും ഗമ്മും എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിക്കുക. ഇനി ഡ്രൈ പ്ലാന്റ്സ് ആണെങ്കിലോ, അതിൽ ആൽക്കഹോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ബോയിലിംഗ് വാട്ടർ മിക്സ് ചെയ്ത് ഒരു ഇൻഫ്യൂഷൻ ഉണ്ടാക്കി അത് ചൂടോട് കൂടിയിട്ട് കഴിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ഡ്രഗ് പ്രൂവിങ്. അപ്പൊ അതൊന്ന് നല്ലോണം നോക്കുക കേട്ടോ. ഇനി ഡയറ്റ് ആൻഡ് റെജിമെൻ. അപ്പൊ നമ്മൾ അക്യൂട്ട് ഡിസീസിലും ക്രോണിക് ഡിസീസിലൊക്കെ ഡയറ്റ് ആൻഡ് റെജിമെൻ ഒക്കെ കുറെ പറഞ്ഞു അല്ലേ. മെഡിസിൻ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു, രണ്ടിലാണെങ്കിലും പ്രത്യേകിച്ചും ക്രോണിക്കിലാണ് പറയുന്നത്. അക്യൂട്ടില് നമ്മൾ എന്താ പറഞ്ഞത്, പേഷ്യന്റിന്റെ വിഷ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഡ്രഗ് പ്രൂവിങ്ങില് ഡയറ്റ് ആൻഡ് റെജിമെൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയറ്റ് ആൻഡ് റെജിമെൻ ഇൻ ഡ്രഗ് പ്രൂവിങ് അത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. കോഴ്സം 125 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഈ ഡ്രഗ് പ്രൂവിന്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ മെഡിസിൻ എടുക്കണം അല്ലെ. അപ്പൊ ആ മെഡിസിൻ എടുക്കുന്ന സമയത്തൊക്കെ ഡയറ്റിന്റെ കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് ഡിസീസും ക്രോണിക് ഡിസീസും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതൊന്നും കഴിക്കരുത്, സ്പൈസസ് ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിന് വേണ്ടി, അതായത് എക്സ്പെരിമെന്റിന് വേണ്ടി ആ മെഡിസിൻ കഴിക്കുന്ന ആ എത്ര കാലയളവുണ്ടോ അത്രയും സമയത്ത് നമ്മൾ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ഡയറ്റ് ആയിരിക്കണം. ഓക്കെ, ഡയറ്റ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി റെഗുലേറ്റഡ്, അതായത് ഇറ്റ് മസ്റ്റ് ബി ആസ് മച്ച് ആസ് പോസിബിൾ ഡെസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് അവോയ്ഡ് ചെയ്യണം. പ്യൂർലി ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിരിക്കണം, സിമ്പിൾ ഡയറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഡയറ്റ് എങ്ങനെയായിരിക്കണം, സ്പൈസസ് അവോയ്ഡ് ചെയ്യണം, പ്യൂർലി ന്യൂട്രീഷ്യസ് ആൻഡ് സിമ്പിൾ ഡയറ്റ് ആയിരിക്കണം. അപ്പൊ സിമ്പിൾ ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിരിക്കണം, സ്പൈസസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് പ്രത്യേകം സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചില സാധനങ്ങൾ നമുക്ക് കഴിക്കാം എന്ന് പറയുന്നുണ്ട് ഹാനിമാൻ. ഓക്കെ, അതെന്തൊക്കെയാ നോക്കാം. അവോയ്ഡ് ഗ്രീൻ വെജിറ്റബിൾസ്, റൂട്ട്സ് ആൻഡ് ഓൾ സാലഡ്സ് ആൻഡ് ഹെർബ്സ്. നമ്മൾ എന്താ ക്രോണിക് ഡിസീസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ വെജിറ്റബിൾസ്, റൂട്ട്സ്, എല്ലാവിധ സാലഡും ഹെർബ് സൂപ്പുകളും അതൊക്കെ എന്താ പറയുക മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ളതായിരിക്കും. അപ്പൊ എന്താ ഈ മെഡിസിൻ നമ്മുടെ ഡ്രഗിന്റെ ആക്ഷനെ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, എല്ലാ തരത്തിലുള്ള സ്റ്റിമുലേറ്റിംഗ് ഡ്രിങ്ക്സ്, പ്യുവർ വൈൻ, ബ്രാൻഡി, കോഫി, ടീ അതെല്ലാം ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രീൻ വെജിറ്റബിൾസ്, റൂട്ട്സ്, എല്ലാ സാലഡ്സ്, ഹെർബ് സൂപ്സ്, പിന്നെ എല്ലാ സ്റ്റിമുലേറ്റിംഗ് ഡ്രിങ്ക്സ്, പ്യുവർ വൈൻ, ബ്രാൻഡി, കോഫി, ടീ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. ഇനി എന്തൊക്കെ കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഡ്വൈസബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ്, യങ് ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് പീസ് ആൻഡ് ബോയിൽഡ് പൊട്ടറ്റോസ് ഇൻ 6th എഡിഷൻ. അപ്പൊ 5th എഡിഷന് മൊത്തം നമ്മൾ പറഞ്ഞ ഓർഗനോൺ 6 എഡിഷൻസ് അല്ലേ. അതിൽ 5th എഡിഷനിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെടുത്തി 6th എഡിഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹാനിമാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ബോയിൽഡ് പൊട്ടറ്റോസ് 6th എഡിഷനിൽ ആഡ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5th എഡിഷനിൽ ഹാനിമാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, യങ് ഗ്രീൻ പീസും അതുപോലെ തന്നെ ഗ്രീൻ ഫ്രഞ്ച് ബീൻസും കഴിക്കാം. അതുപോലെ തന്നെ എല്ലാ കേസിലും നമുക്ക് ക്യാരറ്റ് കഴിക്കാം. ഓക്കെ, കാരണം ഇതിനൊന്നും കമ്പാരിറ്റീവ്ലി ലീസ്റ്റ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പൊ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതായതുകൊണ്ട് നമുക്ക് എന്താ ഗ്രീൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സാലഡ്സ്, ഹെർബ് സൂപ്പ് ഇതൊന്നും എടുക്കാൻ പാടില്ല. താരതമ്യേന മെഡിസിനൽ പ്രോപ്പർട്ടീസ് കുറവായതുകൊണ്ട് നമുക്ക്
യങ് ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് പീസ്, അതുപോലെ തന്നെ ബോയിൽഡ് പൊട്ടറ്റോസ്, ക്യാരറ്റ്, ഇതൊക്കെയാണ് അഡ്വൈസബിൾ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഡയറ്റ് ആൻഡ് റെജിമൻ ഇൻ ഡ്രഗ് പ്രൂവിങ് അഫോർസം 125. ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, പ്രൂവറാണ് മെഡിസിൻ എടുക്കുന്ന ആള്, ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രൂവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് അഫോർസം 126 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റിൽ 6th എഡിഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് 5th എഡിഷനിൽ ഇല്ലാതിരുന്ന പിന്നീടുള്ള അടുത്ത് വന്ന എഡിഷനിൽ ആഡ് ചെയ്ത കാര്യം. നമ്മൾ പൊട്ടറ്റോസിന്റെ കാര്യം ഒഴിവാക്കണം എന്നുള്ളത്, അല്ല സോറി, കഴിക്കാം എന്നുള്ളത് 5th എഡിഷനിൽ ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് 6th എഡിഷനിലാണ് എഴുതി ചേർത്തത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൂവർ മസ്റ്റ് ബി പ്രീ എമിനന്റ്ലി ട്രസ്റ്റ് വർത്തി ആൻഡ് കൺസെൻഷ്യസ്, അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കണം, ജെന്യൂൻ ആയിരിക്കണം. അതായത് നമ്മൾ ഈ മെഡിസിൻ ഇപ്പൊ ഹാനിമാൻ പറഞ്ഞില്ലേ, സിങ്കോണ കഴിച്ചപ്പോൾ വന്ന സിംറ്റംസ് എന്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രഗ് പ്രൂവിംഗിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ, വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. മെയിനായിട്ട് ഇവിടെ നമ്മുടെ കോട്ടയത്തൊക്കെ ഹോമിയോ കോളേജിൽ ഡ്രഗ് പ്രൂവിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരാറ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരായിരിക്കണം അല്ലേ. ഈ മെഡിസിൻ എടുത്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ട് എന്ന് ഒരാളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, എന്തൊക്കെയാണ് വരുന്നത് എന്ന് അവരോട്, അല്ല സോറി, അവർ തന്നെ നോട്ട് ചെയ്ത് വെക്കും ഡേ ബുക്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് വന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നത് തന്നെ സത്യസന്ധമായിട്ട് എഴുതണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രൂവർ എപ്പോഴും ട്രസ്റ്റ് വർത്തിയും കൺസെൻഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, നമ്മൾ ഈ ഡ്രഗ് പ്രൂവിങ്ങിന്റെ ആ ടൈമിൽ മൊത്തം നമ്മൾ യാതൊരു തരത്തിലുള്ള മെന്റൽ ഫിസിക്കൽ എക്സേർഷൻസോ വേറെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഇങ്ങനെയാണ് ഹാൻഡ്മാൻ പറയുന്നത്, ഡ്യൂറിംഗ് ദ ഹോൾ ടൈം ഓഫ് എക്സ്പെരിമെന്റ് അവോയ്ഡ് ഓൾ ഓവർ എക്സേർഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, ഓൾ സോർട്സ് ഓഫ് ഡിസിപ്പേഷൻ ആൻഡ് ഡിസ്റ്റർബിംഗ് പാഷൻസ്. അതായത് മെന്റൽ ഫിസിക്കൽ ആയിട്ടുള്ള യാതൊരു എക്സേർഷനും പാടില്ല, ഡിസ്റ്റർബ് ചെയ്യുന്ന വേറെ ഒരു പ്രവർത്തികളും വേറെ ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നോ അർജന്റ് ബിസിനസ് ടു ഡിസ്ട്രാക്ട് ഹിസ് അറ്റൻഷൻ, must devote himself to careful self-observation, must be in a good state of health, and must possess a sufficient amount of intelligence to be able to express and describe his sensations in accurate terms. അതായത് നമുക്ക് ഇല്ലിറ്ററേറ്റ് പ്രൂവറിനൊക്കെ ആക്കാം, പക്ഷെ എഴുത്തും അതിനെ അറിയാത്ത പ്രൂവേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മളെപ്പോഴും എന്താ അത്യാവശ്യം നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലേ, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. അതായത് ശരിയായിട്ട് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഉള്ള ഒരു ഇന്റലിജൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ സ്വയം നന്നായിട്ട് കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി സ്വയം നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അതുപോലെ വേറെ യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും പാടില്ല, വേറെ ഈ ഡ്രഗ് പ്രൂവിന്റെ സമയത്ത് വേറെ മെന്റൽ ഫിസിക്കൽ എക്സേർഷൻസും അങ്ങനെ യാതൊന്നും പാടില്ല. പിന്നെന്താണ്, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അതുപോലെ ജെന്യൂൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ ഇൻ ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഫോർസം 126 ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ പറയുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ മേ ബി ചോദിച്ചേക്കാം, ഇതിലല്ലാത്തത് ഏത്, ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ അല്ലാത്ത ഏത്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, അതായത് നമ്മൾ എപ്പോഴും ഡ്രഗ് പ്രൂവിങ് നടത്തുമ്പോൾ ഒരു നമ്മൾ ഈ മെഡിസിൻസ് എല്ലാ ആൾക്കാരും വരുമ്പോൾ കൊടുക്കാനുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ തരം ആൾക്കാരും, ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് വെക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരാം, വലിയവർ വരാം, സ്ത്രീകൾ വരാം, പുരുഷന്മാർ വരാം, പല സ്ഥലത്തുള്ള ആൾക്കാർ വരാം അല്ലേ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, എല്ലാ തരം ആൾക്കാരിലും പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് മെയിൽസിലും പ്രൂവ് ചെയ്യണം, എല്ലാ ഏജിലുള്ള മെയിൽസിലും പ്രൂവ് ചെയ്യണം, ഫീമെയിൽസിലും പ്രൂവ് ചെയ്യണം, എല്ലാ ഏജിലുള്ള ആൾക്കാരിൽ പ്രൂവ് ചെയ്യണം, എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ അല്ലേ. ചിലപ്പോൾ ഈ തീരദേശത്തുള്ളവര് അല്ലാത്ത ആൾക്കാർ, ഹില്ലി ഏരിയാസിലുള്ള ആൾക്കാർ, അതുപോലെ പല പല രാജ്യങ്ങളിലുള്ള ആൾക്കാരിലൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ആക്ഷൻ. ഇപ്പൊ ക്ലൈമറ്റ് ഡിഫറെന്റ് ആയിരിക്കും, ആൾക്കാരുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. ഓരോ സ്ഥലത്തുള്ളതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും, ജീവിത രീതിയിൽ എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാ തരം ആൾക്കാരിലും എല്ലാ സ്ഥലങ്ങളിലും രണ്ട് ജെൻഡറിലും മെയിൽസിലും ഫീമെയിൽസിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ മെഡിസിൻസ് പ്രൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മെഡിസിൻ മസ്റ്റ് പ്രൂവ് ഓൺ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ടു നോ ദ pathogenetic power of medicine on sexual sphere. Medicine must prove in persons of different age group to understand the curative power of medicines and susceptibility of various age group, and prove on many individual and different location
has all the symptoms peculiar to medicine may not appear in one person and symptoms may vary according to various locations. അതായത് നമ്മൾ കുറച്ച് പേരിൽ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം കേട്ടോ, ഒരു മെഡിസിൻസിന്റെ നമ്മൾ പ്രൂവ് ചെയ്തിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളില് ഒരു മെഡിസിൻ എടുത്ത് കഴിക്കുമ്പോൾ ആ മെഡിസിന്റെ എല്ലാ സിംറ്റംസും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നമ്മളിത് കുറേ പേരിൽ നടത്തണം. അപ്പൊ കുറേ പേരിൽ നിന്ന് നടത്തിയിട്ട് ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഒരാളിലായിരിക്കും, ചിലപ്പോൾ കുറച്ച് സിംറ്റംസ് വേറെ ഒരാളിലായിരിക്കും. അപ്പൊ എല്ലാ സിംറ്റംസും നമുക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരിൽ അല്ലെങ്കിൽ ഒരാളിൽ തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് പല ഡിഫറെന്റ് ഏജിൽ ഡിഫറെന്റ് സെക്സിലുള്ളവർ ഡിഫറെന്റ് പ്ലേസിലുള്ള ആൾക്കാരിലായിട്ട് പ്രൂവ് ചെയ്യണം. അങ്ങനെ ഒരു സിംറ്റംസ് പ്രൂവ് ചെയ്ത് മൊത്തം കളക്ട് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ആ മെഡിസിൻസിന്റെ സിംറ്റംസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എവിടെയും ചോദിക്കാനൊന്നല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, എക്സാംസിന് അതൊന്നും അങ്ങനെ ചോദിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഫോഴ്സൻസ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഡ്രഗ് പ്രൂവിങ്ങിലെ ഡോസ് ആൻഡ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ മെഡിസിൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് അഫോഴ്സം 128 കേട്ടോ. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ 126 പറഞ്ഞു. ഡോസ് ആൻഡ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ് പ്രൂവിങ് 128 പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് മെഡിസിൻ കൊടുക്കേണ്ടത് ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാന്ന് പറഞ്ഞു. എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ 38th പൊട്ടൻസി മെഡിസിനാണ്. നിങ്ങൾ ഫാർമസി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പല പല പൊട്ടൻസീസ് ഉണ്ടാവും. അതായത് 38, 200, 1M, 10M എന്നൊക്കെ പറഞ്ഞ് 50M എന്നൊക്കെ പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ 30 നമ്മളെ പറഞ്ഞു മോഡറേറ്റ് ഡോസിലാണ് കൊടുക്കുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 38th പൊട്ടൻസിയിലാണ് കൊടുക്കേണ്ടത്. എംപ്റ്റി സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ വെറും വയറ്റിലാണ് മെഡിസിൻ കൊടുക്കേണ്ടത്. 4 to 6 വെരി സ്മോൾ ഗ്ലോബ്യൂൾസ് മോയിസ്റ്റൻഡ് വിത്ത് എ ലിറ്റിൽ വാട്ടർ should be given to the prover or empty stomach daily for several days or until symptoms appear. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളോളം കൊടുക്കണം. ഓക്കെ, അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ 30th പൊട്ടൻസിയിൽ വളരെ ചെറിയ ഗ്ലോബ്യൂൾസ്, ഒരു 4 to 6 വളരെ ചെറിയ ഗ്ലോബ്യൂൾസ് കുറച്ച് വാട്ടറായിട്ട് മോയിസ്റ്റൻ ചെയ്ത് കുറച്ച് ദിവസങ്ങളോളം നമ്മൾ കൊടുക്കുന്നതാണ് പറയുന്നത്. അതായത് സിംറ്റംസ് വരുന്നത് വരെ നമ്മൾ മെഡിസിൻ കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡ്രഗ് പ്രൂവില് മെഡിസിൻ കൊടുക്കേണ്ടത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. എംപ്റ്റി സ്റ്റൊമക്കിലാണ് 38th പൊട്ടൻസിയിലാണ് കൊടുക്കേണ്ടത്. 4 to 6 വെരി സ്മോൾ ഗ്ലോബ്യൂൾസ് ആണ്. ഫോർ സെവറൽ ഡേയ്സ് അല്ലെങ്കിൽ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നവരെയാണ് മെഡിസിൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ഡ്രഗ് പ്രൂവിങ് അഫോഴ്സം 128. ഓക്കെ, അപ്പോൾ മെഡിസിൻ എങ്ങനെ കൊടുക്കണ്ടേന്ന് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലേ ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ആനിമൽസിലൊക്കെയാണ് കുറെയൊക്കെ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ അലോപ്പതിക് മെഡിസിൻസ് ഒക്കെ എന്താ ട്രയലുകളൊക്കെ കൂടുതൽ നടത്തുന്നത് എന്താ ആനിമൽസിലൊക്കെ ആയിരിക്കും അല്ലെ, എക്സ്പെരിമെന്റൽ ആനിമൽസിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ പ്രൂവിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ സിംറ്റംസ് പറഞ്ഞ എപ്പോഴും കംപ്ലീറ്റ് സിംറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റന്റ്, എക്സ്റ്റൻഷൻ, അതൊക്കെ വേണം. ഓക്കെ, അപ്പൊ അതൊന്നും വേണ്ട, അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ് അത്ര മതി. ഓക്കെ, പിന്നെ സിംറ്റംസ് എപ്പോഴാണ് തുടങ്ങിയത്? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എഴുതി വെക്കണം സിംറ്റംസ്. അതായത് നമ്മൾ ഈ ഡ്രഗ് പ്രൂവിങ്ങിന് മെഡിസിൻ കൊടുത്തു അല്ലെ, മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളോടും മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ എന്തുണ്ടാവും? സിംറ്റംസ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ ഹെൽത്തി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതുവരെ അവർക്ക് യാതൊരു അസുഖങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ മെഡിസിൻ കഴിച്ചു തുടങ്ങുമ്പോൾ എന്താ അവർക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ തലവേദന ഉണ്ടാവും, ജലദോഷം ഉണ്ടാവും, അങ്ങനെ എന്തുണ്ടാവും? ഓരോരോ പത്തോജനിക് സിംറ്റംസ്, ഓരോരോ ഡിസീസ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസ് എന്ത് ചെയ്യണം? നമ്മളൊരു ഡേ ബുക്ക് എന്ന് പറഞ്ഞ ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും സിംറ്റംസിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊക്കേഷൻ, എവിടെയാണ് വേദന, എന്താണ് ബുദ്ധിമുട്ട്, സെൻസേഷൻ, എന്താണ് തോന്നുന്നത്, മൊഡാലിറ്റി, കൺകോമിറ്റൻസ്, പിന്നെ ലൊക്കേഷൻ പെയിൻ എങ്ങടേലും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലേന്ന് തുടങ്ങി ബാക്കിലോട്ട് പോവാണ്, കാലിൽ തുടങ്ങി തൊടയിൽ തുടങ്ങി കാലിലോട്ട് വരികയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ എപ്പോ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ന് തുടങ്ങി, എപ്പോ തുടങ്ങി, പിന്നെ എത്ര നേരം നിലനിന്നു, എത്ര ഡ്യൂറേഷൻ, അത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ എന്താ? ആനിമൽസിന് പറ്റില്ല ഒരിക്കലും. അപ്പൊ ഹ്യൂമൻ ബീങ്സിനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ പ്രൂവിങ് നടത്തണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞല്ലേ മെന്റൽ സിംറ്റംസ്, സബ്ജക്റ്റീവ് സിംറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും എന്താണ്? ഹ്യൂമൻ പ്രൂവിൽ നിന്നേ കിട്ടുള്ളൂ. ഓക്കെ,
അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ പ്രൂവിങ് നടത്താൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ആനിമൽസിൽ പ്രൂവിങ് നടത്തരുത്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താ ആനിമൽസിൽ പ്രൂവിങ് നടത്തരുതെന്ന് പറയാൻ കാരണം എന്താണ്? ഹോമിയോപ്പതി ഡ്രഗ് പ്രൂവിങ് എപ്പോഴും ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ എന്താ ഓരോരുത്തരിലും ഓരോ ഇതായിരിക്കുന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പനി വരുമ്പോൾ അല്ലെങ്കിൽ ചുമ വരുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നതാവില്ല നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്താ ഹോമിയോപ്പതിയിൽ എപ്പോഴും നമ്മൾ സബ്ജക്റ്റീവ് സിംറ്റംസ്, അതായത് പേഷ്യന്റ് പറയുന്ന സിംറ്റംസ്, അതുപോലെ പേഷ്യന്റിന്റെ മെന്റൽ സിംറ്റംസ്, അതൊക്കെ നമ്മൾ നോക്കാം. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരിക്കലും എന്താ ആനിമൽ പ്രൂവിങ്ങിലൂടെ കിട്ടില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് സിംറ്റംസ് ഇതും നമുക്ക് ആനിമൽ പ്രൂവിങ്ങിലൂടെ കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വെറ്റിനറി ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും പ്ലാന്റ്സിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ഹ്യൂമൻ ബീങ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ മെഡിസിൻസിന് തന്നെ ഹ്യൂമൻ ബീങ്സിലും അതുപോലെ ആനിമൽസിലും ആക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊരു കാരണമാണ് നമ്മൾ എപ്പോഴും ഹ്യൂമൻ ബീങ്സിലാണ് പ്രൂവിങ് നടത്തുന്നത്. കാരണം രണ്ടിലും ആക്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ സബ്ജക്റ്റീവ് സിംറ്റംസ് മെന്റൽ സിംറ്റംസ് കിട്ടില്ല, കംപ്ലീറ്റ് സിംറ്റംസ് കിട്ടില്ല. അതുപോലെ ഇഡിയോസിൻക്രസി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആനിമൽ പ്രൂവിങ്ങിൽ നിന്നും കിട്ടില്ല. ഓക്കെ, പക്ഷെ ആനിമൽ പ്രൂവിങ്ങിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നമ്മൾ ഹോമിയോപ്പതിയിൽ എപ്പോഴും എന്താണ് ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാണ് ഹ്യൂമൻ പ്രൂവിങ് ആണ് നല്ലത്. നമുക്ക് എപ്പോഴും ഹ്യൂമൻ ബീങ്സിലാണ് പ്രൂവിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരുന്നാലും ആനിമൽ പ്രൂവിങ്ങിലുള്ള പൊതുവായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ അലോപ്പതിയിലൊക്കെ ആനിമൽ പ്രൂവിങ്സ് ആണ് നടക്കുന്നത്. അത് എന്താണ് അതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നാണ് പറയാൻ പോകുന്നത്. നമുക്കിപ്പോ ഹ്യൂമൻ ബീങ്സിൽ എന്താണ് മനുഷ്യന്മാരിൽ പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സൂക്ഷിച്ചു കൊടുക്കണം അല്ലെ? നമ്മളിപ്പോ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ മോഡറേറ്റ് ഡോസിലാണ് കൊടുക്കുന്നത്. അപ്പൊ അത് എന്താ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷെ ആനിമൽ പ്രൂവിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്താ ഏതളവിൽ വേണേലും അഥവാ കുറച്ച് കൂടിപ്പോയാലും ഡോസ് കൂടിപ്പോയാലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അല്ലെ? ഏത് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു മെഡിസിൻസിന്റെ ടോക്സിക്കോളജി ഇഫക്റ്റ് അല്ലെങ്കിൽ പോയിസൺസ് എഫക്റ്റ് ഒക്കെ അറിയണമെങ്കിൽ എന്താ ആനിമൽ പ്രൂവിങ് ആണ് കൂടുതൽ നല്ലത്. കാരണം എത്ര ഡോസിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് പറഞ്ഞാൽ എന്താ, നോർമലി ഡോസിൽ എടുക്കുമ്പോൾ നമ്മുടെ മെഡിസിൻ എപ്പോഴും പ്രൂവ് ചെയ്യുന്നത് മോഡറേറ്റ് ഡോസിലാണ്, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ മെഡിസിന്റെ ഡോസ് കൂടിപ്പോയാൽ, അതായത് ലാർജ് ഡോസിൽ എന്തുണ്ടാവും, ഹോമിയോ മെഡിസിൻസ് ആണെങ്കിലും നമ്മൾ ലാർജ് ഡോസിൽ എടുക്കാൻ പാടില്ല എപ്പോഴും. അപ്പൊ എപ്പോഴും ലാർജ് ഡോസിൽ എടുത്താൽ എന്താ അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് നമ്മുടെ മനുഷ്യന്മാരിൽ പ്രൂവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആനിമൽ പ്രൂവിങ്ങിലൂടെ സാധ്യമാണ്. ഓക്കെ, അതുപോലെ ഗ്രോസ് പത്തോളജിക്കൽ ചേഞ്ചസ് സ്റ്റഡി ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാല് എന്താ, നമുക്ക് നമ്മളൊരിക്കലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ജീവനുള്ള ആരോഗ്യമുള്ള മനുഷ്യന്മാരിലല്ലേ പ്രൂവിങ് നടത്തണേ. നമുക്കൊരിക്കലും കീറി മുറിച്ച് നോക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെ പത്തോളജിക്കൽ ചേഞ്ചസ് പറഞ്ഞാൽ ഈ ഡ്രഗ് കഴിച്ചത് കൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നറിയണമെങ്കിൽ ആനിമൽ പ്രൂവിങ്ങിലാണെങ്കിൽ നമുക്ക് അതിനെ ഡിസെക്ട് ചെയ്ത് നോക്കാം അല്ലെ? ഓരോ അവയവത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്, എവിടെയൊക്കെയാണ് ബാധിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് എപ്പോഴും ആനിമൽ പ്രൂവിങ്ങിലൂടെ നോക്കുള്ളൂ. ഓക്കെ, പിന്നെന്താ, അറിയാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ആനിമൽസിൽ പ്രൂവ് ചെയ്യാം. നമുക്ക് ഹ്യൂമൻ പ്രൂവിങ് ആകുമ്പോൾ അങ്ങനെ നടത്താൻ പറ്റില്ല അല്ലെ? ശ്രദ്ധിച്ച് നോക്കി ഡോസ് ഒക്കെ നോക്കിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ. അപ്പോൾ അൺനോൺ സബ്സ്റ്റൻസ് ഒക്കെ നമുക്ക് എക്സ്പെരിമെന്റ് നടത്താൻ എപ്പോഴും ആനിമൽസ് ആണ് നല്ലത്. അതുപോലെ പത്തോളജിക്കൽ ചേഞ്ചസ് പഠിക്കാനും ആനിമൽസ് ആണ് നല്ലത്. അതുപോലെ ഡ്രഗ് മേ ബി പ്രൂവ്ഡ് ഫോർ എനി ലെങ്ത് ഓഫ് ടൈം, എത്ര കാലം വേണമെങ്കിലും കൊടുക്കാം, അതും ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെ എനി ക്വാണ്ടിറ്റിയിലും പ്രൂവ് ചെയ്യാം, ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആനിമൽ പ്രൂവിങ്ങിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ആനിമൽ പ്രൂവിങ്ങിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ പ്രൂവ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജും എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ റെക്കോർഡിംഗ് ഓഫ് സിംറ്റംസ്, അതായത് നമ്മൾ പറഞ്ഞു ഡ്രഗ് പ്രൂവിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് മെഡിസിൻസിൻ്റെ കണ്ടുപിടിക്കുന്ന സിംറ്റംസ് റെക്കോർഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനുള്ള ബുക്കിന്റെ പേരാണ് ഡേ ബുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ആക്ഷൻസ് ആണ് നമ്മൾ മെഡിസിൻസിന്റെ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ മെഡിസിൻസിന്റെ പ്രൈമറി ആക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സെപ്റ്റ് നാർക്കോട്ടിക് മെഡിസിൻസ്. ഓക്കെ, അപ്പൊ അത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രൈമറി ആക്ഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സിംറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത് ഡേ ബുക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇനി റെക്കോർഡിംഗ് ഓഫ് സിംറ്റംസ് പലതരത്തിലുള്ള പ്രൂവേഴ്സിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ലിറ്ററേറ്റ് പ്രൂവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എഴുത്തും വായനയൊക്കെ അറിയാവുന്ന ആൾക്കാരിൽ, അവരിലാണെങ്കിൽ എന്ത് ചെയ്യും, കോഴ്സ് 139 എന്ന് പറയുന്നത് കേട്ടോ, ലിറ്ററേറ്റ് പ്രൂവർ. അപ്പോൾ എഴുത്തും വായന അറിയുന്ന പ്രൂവേഴ്സ് ആണെങ്കിൽ അവർ തന്നെ സ്വന്തമായിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, എപ്പം മുതലാണ്, അതിന്റെ ടൈം ഒക്കെ കറക്റ്റ് ആയിട്ട് ഡേറ്റ്, ടൈം, എപ്പോൾ മുതൽ എത്ര കാലം നിലനിന്നു, എന്തൊക്കെ സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്തു, ആ സിംറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റീസ്, കൺഫോമിറ്റൻസ്, അങ്ങനെ കംപ്ലീറ്റ് സിംറ്റം ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും, ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഈ ഇല്ലിറ്ററേറ്റ് പ്രൂവർ ആണ്. ഓക്കെ, അയാൾക്ക് സിംറ്റംസ് ഒക്കെ എന്താന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറയാനൊക്കെ പറ്റും.
വായന മീൻസ് എഴുതാൻ അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് തന്നെ എഴുതും. ഓക്കെ, അത് അയാളോട് ചോദിക്കുക എന്തൊക്കെ സിംറ്റംസ് ആണ്, എപ്പം മുതലാണ്, അത് അയാളുടെ ഭാഷയിൽ തന്നെ എഴുതണം എന്നാണ് പറയുന്നത്. അതായത് ഫിസിഷ്യൻ സ്വന്തമായിട്ടുള്ള ഭാഷയിൽ ഒരിക്കലും എഴുതരുത്. പ്രൂവർ എങ്ങനെയാണോ പറയുന്നത്, പ്രൂവറിന്റെ സ്വന്തം ലാംഗ്വേജിൽ പ്രൂവർ എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ യാതൊരു ഡിഫറൻസും ഇല്ലാണ്ട് ഫിസിഷ്യൻ ബുക്കിൽ നോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇല്ലിറ്ററേറ്റ് പ്രൂവർ. ഇനി ബെസ്റ്റ് പ്രൂവർ, അത് അഫോർഡ്സൺ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ലിറ്ററേറ്റ് പ്രൂവർ ആണെങ്കിൽ അഫോർഡ്സം 139, അത് ഡേ ബുക്കിൽ സ്വയം എഴുതുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇല്ലിറ്ററേറ്റ് പ്രൂവർ ആണെങ്കിൽ എന്താണ്, ഫിസിഷ്യൻ ചോദിച്ചു മനസ്സിലാക്കി പ്രൂവറിന്റെ ലാംഗ്വേജിൽ റെക്കോർഡ് ചെയ്യുക. ഇനി ബെസ്റ്റ് പ്രൂവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എപ്പോഴാണ്, ഫിസിഷ്യൻ ഹിംസെൽഫ് ഈസ് ദ ബെസ്റ്റ് പ്രൂവർ. കാരണം എന്താണ്, നമ്മൾ തന്നെയാണ് ബെസ്റ്റ് പ്രൂവർ, ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൂവർ എന്ന് പറയുന്നത്. അഫോർഡ്സം 141 പറയുന്നത് കേട്ടോ, നമ്മളല്ല, സോറി, ഫിസിഷ്യൻ. അതായത് ഡോക്ടർക്ക് ആവുമ്പോൾ എന്താണ് കറക്റ്റ് പ്രൂവിങ് എന്താണെന്ന് അറിയാം അല്ലെ, എങ്ങനെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ഏറ്റവും നല്ല പ്രൂവർ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള അൺപ്രജുഡൈസ്ഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും അറിയുന്നതും, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എങ്ങനെ എഴുതുന്നതും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഹെൽത്തി അൺപ്രജുഡൈസ്ഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഫിസിഷ്യൻ. അപ്പോൾ ഫിസിഷ്യൻ ഹിംസെൽഫ് ഈസ് ദ ബെസ്റ്റ് പ്രൂവർ. അപ്പൊ ബെസ്റ്റ് പ്രൂവർ എന്ന് പറയുന്നത് അഫോർഡ്സം 141, അത് ഹോമിയോപ്പതി ഫിസിഷ്യൻ തന്നെയാണ്, ഹെൽത്തി അൺപ്രജുഡൈസ്ഡ് സെൻസിറ്റീവ് ഫിസിഷ്യൻ. ഓക്കെ, അപ്പൊ അതാണ് റെക്കോർഡിംഗ് ഓഫ് സിംറ്റംസ്. സിംറ്റംസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് പറയുന്നത് ഡേ ബുക്ക്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെഡിസിൻസ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഇനി തറോലി പ്രൂവ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു മെഡിസിൻ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രൂവ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞ. ഒരു മെഡിസിൻസിന്റെ സിംറ്റംസ് നമുക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഒരൊറ്റ ആളിൽ നിന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഒരു 4-5 പേരിൽ നിന്നും കിട്ടില്ല. നമ്മൾ ഒരുപാട് പേരിൽ പ്രൂവ് ചെയ്താലേ നമ്മൾ ഒരു ഡ്രഗിന്റെ കംപ്ലീറ്റ് സിംറ്റംസ് ഇങ്ങനെ എല്ലാവരിൽ നിന്നും കളക്ട് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെഡിസിൻ തറോലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ഡ്രഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് പ്രൂവ്ഡ് ഓൺ സൂട്ടബിൾ പേഴ്സൺസ് ഓഫ് ബോത്ത് സെക്സസ് ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ റീപ്രൂവിംഗ് ഓഫ് മെഡിസിൻ ഷുഡ് ഗീവ് നോ ന്യൂ സിംറ്റംസ്. അതായത് നമ്മൾ ഈ പ്രൂവിങ് നടത്തുക, റീപ്രൂവിങ് നടത്തുക എന്ന് പറയും. അതായത് പ്രൂവിങ് നമ്മൾ കണ്ടക്ട് ചെയ്തു, കുറെ പേർക്ക് കൊടുത്തു, പല പല തരത്തിലുള്ള ആൾക്കാർക്ക്, പല ഏജിലുള്ളവർക്ക്, മെയിൽസിൽ ഫീമെയിൽസ് എല്ലാവർക്കും കൊടുത്തു, റെക്കോർഡ് ചെയ്തു. അപ്പൊ വീണ്ടും റീപ്രൂവിങ് നടത്തുക എന്ന് പറഞ്ഞാൽ പിന്നെയും വേറെ കുറെ പേരിൽ വീണ്ടും പ്രൂവ് ചെയ്തു. അപ്പൊ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുമ്പോഴും നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ച സിംറ്റംസ് അല്ലാണ്ട് വേറെ സിംറ്റംസ് ഒന്നും പുതിയതായിട്ട് വരുന്നില്ല. ഓക്കെ, അതായത് നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ച അതേ സിംറ്റംസ് തന്നെയാണ് റീപ്രൂവിലൂടെയും വരുന്നത്, പുതിയതായിട്ട് വേറെ സിംറ്റംസ് ഒന്നും വന്നില്ല. പിന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരിലും പ്രൂവ് ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഡ്രഗിനെ തറൗലി പ്രൂവ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് തറൗലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ഡ്രഗ് എന്ന് പറയുന്നത്. അത് അഫോർഡ്സം 135 പറയുന്നത്. ഓക്കെ, അപ്പൊ ബെസ്റ്റ് പ്രൂവറിന്റെ അഫോർഡ്സം മറക്കരുത്. പിന്നെ തറൗലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ഡ്രഗ് ഓർത്ത് വെച്ചിരിക്കുക, അഫോർഡ്സം 135 ആണ്. അപ്പോൾ തറൗലി പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരിലും എല്ലാ സെക്സിലും പ്രൂവ് ചെയ്തിരിക്കണം. അതുപോലെ വീണ്ടും വീണ്ടും റീപ്രൂവിങ് ചെയ്യുമ്പോൾ പുതിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പഴയ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത സിംറ്റംസ് തന്നെ ആയിരിക്കും വരേണ്ടത്. അതാണ് തറൗലി പ്രൂവ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ഡ്രഗ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡ്രഗ് പ്രൂവിങ്ങിന്റെ കാര്യങ്ങൾ, ടീമിന്റെ കാര്യങ്ങൾ, ആരൊക്കെ വേണം, എന്തൊക്കെ മെത്തേഡാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഡ്രഗ് പ്രൂവിങ്ങിന് നമ്മൾ പറയുന്നതാണ് ഹോമിയോപ്പതിക് പത്തോജനറ്റിക് ട്രയൽ. ഓക്കെ, നമ്മുടെ ഹോമിയോപ്പതിക് ഡ്രഗ് പ്രൂവിങ്ങിനെ പറയുന്ന പേരാണ് ഹോമിയോപ്പതിക് പത്തോജനറ്റിക് ട്രയൽ കേട്ടോ. അപ്പൊ നമ്മൾ പ്രൂവിങ് പ്രോട്ടോകോൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 കമ്പോണൻസ് ആണുള്ളത്, ടെസ്റ്റ് സബ്സ്റ്റൻസ്, പ്രൂവിങ് ടീം, മെത്തഡോളജി. ഓക്കെ, അപ്പൊ ടെസ്റ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് കൊടുക്കുന്ന സാധനം, പ്രൂവിങ് ടീം, ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പ്രൂവർ അടക്കമുള്ള മാസ്റ്റർ പ്രൂവർ, അങ്ങനെ കുറച്ചുള്ള ആൾക്കാരുണ്ട്. പിന്നെ മെത്തഡോളജി. ഓക്കെ, ഏത് രീതിയിലാണ് എങ്ങനെയാണ് നടത്തേണ്ടത്. അപ്പോൾ ടെസ്റ്റ് സബ്സ്റ്റൻസ് നമ്മൾ എന്താ, ടെസ്റ്റ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഡ്രഗ് സബ്സ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പ്രൂവിങ്ങിന് വേണ്ടി ഡ്രഗ് കൊടുക്കുമ്പോൾ എപ്പോഴും നാച്ചുറൽ, പ്യുവർ,
അൺഅഡൾട്ടേഡ് ഫോമിലായിരിക്കണം. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് മെഡിസിൻസ് ഇൻ ഡ്രഗ് പ്രൂവിംഗ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്യുവർ ആയിരിക്കണം, അൺഅഡൾട്ടേഡ് ഫോമിലായിരിക്കണം, ആക്യുറേറ്റ്ലി ഐഡന്റിഫൈഡ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമ്മൾ അറിയാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആനിമൽസ് പ്രൂവിങ്ങിൽ പറഞ്ഞ അറിയാത്ത സബ്സ്റ്റൻസ് ഒക്കെ എടുത്ത് പ്രൂവ് ചെയ്യാൻ ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത് അല്ലേ. പക്ഷെ നമ്മൾ ഒരിക്കലും ഹ്യൂമൻ പ്രൂവിങ്സിൽ അങ്ങനെ ചെയ്യില്ല. കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പ്യുവർ നാച്ചുറൽ അൺഅഡൾട്ടേഡ് ഫോമിലായിരിക്കണം, ആക്യുറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്ത ഡ്രഗ്സ് ആയിരിക്കണം, പിന്നെ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ഡയറക്ഷൻസ് ഓഫ് ഫാർമക്കോപ്പിയ. ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ഓക്കെ, അതിൽ ഡയറക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഫാർമസിയിൽ പഠിച്ചു കാണും എന്തായാലും. അപ്പൊ അതിൽ ഡയറക്ഷൻസ് പ്രകാരം പ്രിപ്പയർ ചെയ്ത് ഡ്രഗ്സ് ആയിരിക്കണം, ശരിയായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത ഡ്രഗ്സ് ആയിരിക്കണം. പിന്നെ ടോക്സിക്കോളജിക്കൽ ആക്ഷൻ ഷുഡ് ബി സ്റ്റഡി പ്രയർ ടു പ്രൂവിംഗ്. വേറെ എന്തെങ്കിലും പോയിസണസ് ആക്ഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയിരിക്കണം പ്രൂവിങ്ങിന് മുമ്പ്. പിന്നെ എല്ലാ പൊട്ടൻസിയിലും പ്രൂവ് ചെയ്യാം, എല്ലാ പൊട്ടൻസിയിലും പ്രൂവ് ചെയ്തതായിരിക്കണം. ഓക്കെ, ഇനി പ്രൂവിംഗ് ടീമിൽ ഓരോരുത്തരും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. അതായത് ഈ ഡ്രഗ് പ്രൂവിംഗ് ഒക്കെ നടത്തണമെങ്കിൽ, അതായത് കൃത്യമായിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഒരു ഇതിലാണ് നമ്മൾ നടത്തുന്നത്. കൃത്യമായിട്ടൊരു പ്രോട്ടോകോളും വേണം, എങ്ങനെ നടത്തണം, എങ്ങനെ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂവിംഗ് ഒരു ടീമുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന ഒരു പ്രൊജക്ട് ഡയറക്ടർ അല്ലെങ്കിൽ മാസ്റ്റർ പ്രൂവർ. ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ പ്രൂവർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡയറക്ടർ. പിന്നെ ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് കാണും. പിന്നെ ഈ പ്രൂവിംഗ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൂവിംഗ് സൂപ്പർവൈസർ കാണും. ഓക്കെ, അപ്പൊ മാസ്റ്റർ പ്രൂവർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡയറക്ടർ കാണും, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസർ അല്ലെങ്കിൽ എക്സ്പേർട്ട് കാണും. പിന്നെ പ്രൂവിംഗ് സൂപ്പർവൈസർ ഈ ഡേ ബുക്കും ഇതൊക്കെ നോക്കാനായിട്ട്, ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, പ്രൂവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു പ്രൂവിംഗ് സൂപ്പർവൈസർ കാണും. പിന്നെ പ്രൂവേഴ്സ് കാണും. ഓക്കെ, അപ്പൊ പ്രൂവിംഗ് ടീമിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മാസ്റ്റർ പ്രൂവർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡയറക്ടർ, പിന്നെ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ എക്സ്പേർട്ട്, പിന്നെ പ്രൂവിംഗ് സൂപ്പർവൈസർ, പ്രൂവേഴ്സ്. അപ്പൊ ഇത്രയുമാണ് പ്രൂവിംഗ് ടീമിലുള്ള ആൾക്കാർ. ഇത് ഓരോന്ന് എന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി മെത്തഡോളജി എന്ന് പറഞ്ഞാല് മൾട്ടി സെൻട്രിക് ട്രയൽ ഉണ്ട്, റാൻഡമൈസ്ഡ് ട്രയൽ ഉണ്ട്, പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽ ഉണ്ട്. ഇത് ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പല രീതിയിലുണ്ട് ഡ്രഗ് പ്രൂവിങ്. മൾട്ടി സെൻട്രിക് ട്രയൽ ഉണ്ട്, റാൻഡമൈസ്ഡ് ട്രയൽ ഉണ്ട്, പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽസ് ഉണ്ട്. ഓക്കെ, ഈ മൾട്ടി സെൻട്രിക് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞല്ലേ പല പല സ്ഥലത്തായിട്ടുള്ള ആൾക്കാരിലാണ് പ്രൂവ് ചെയ്യുന്നത് അല്ലെ, ഒരു സ്ഥലത്തുള്ള ആൾക്കാരിൽ മാത്രമല്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ് പറയുന്നത്, എല്ലാ ഇതിലുള്ള ആൾക്കാരിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരിലും, അതായത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ക്ലൈമറ്റും എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരിലും മെഡിസിൻസ് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിലായിട്ട്, അതായത് മൗണ്ടൻസ്, പ്ലെയിൻസ്, സീഷോർ, അങ്ങനെ പല പല സെന്ററുകളിലായിട്ട് മൾട്ടി സെൻട്രിക് ട്രയൽ നടത്തും. അതാണ് മൾട്ടി സെൻട്രിക് ട്രയൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി റാൻഡമൈസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ മെഡിസിൻസിന്റെ ആക്ഷൻ അറിയുമ്പോൾ നമ്മളൊരു മെഡിസിൻ കൊടുത്തു അല്ലെ, അപ്പൊ ആ മെഡിസിൻ കൊടുത്തത് കൊണ്ടാണ് നമ്മളൊരു മെഡിസിൻ കൊടുത്തു, ഒരു അസുഖം മാറി. പക്ഷെ ആ മെഡിസിൻ കൊടുത്തത് കൊണ്ട് തന്നെയാണ് അസുഖം മാറിയെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. കാരണം അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ മെഡിസിൻ കൊടുക്കാണ്ട് തന്നെ മാറിയിരിക്കാം, ചിലപ്പോൾ അയാൾ കുറച്ച് എന്താ പറയുക വേറെ എന്തെങ്കിലും ഡയറ്റിലോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാവാം. മെഡിസിൻ കൊടുത്തുകൊണ്ട് മാത്രം തന്നെ ആവുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതേ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലുകളൊക്കെ നടത്തും. അപ്പൊ റാൻഡമൈസ്ഡ് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരാൾക്ക് നമ്മൾ മെഡിസിൻ പ്രൂവ് ചെയ്യാണ്. അപ്പൊ നമ്മൾ കുറച്ച് പേർക്ക് ഇത് കൊടുക്കും, മെഡിസിൻ കൊടുക്കും, കുറച്ച് പേർക്ക് പ്ലാസിബോ, അതായത് മെഡിസിനൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഇത് കൊടുക്കും, മെഡിസിനെ കണ്ടെന്നൊന്നും ഇല്ലാത്ത പ്ലെയിൻ സാധനം കൊടുക്കും. ഓക്കെ, അപ്പൊ റാൻഡമൈസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ ഇത് റാൻഡം ആയിട്ട് കൊടുക്കുക. ഇപ്പൊ കുറച്ച് പേരുണ്ട്, ഒരു 4-5 പേരുണ്ടെങ്കിൽ എന്താ, കുറച്ച് പേർക്ക് ഇങ്ങനെ മെഡിസിൻ കൊടുത്തു, കുറച്ച് പേർക്ക് പ്ലാസിബോ കൊടുത്തു, റാൻഡം ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് എന്ത് റാൻഡമൈസ്ഡ് ട്രയൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ബയസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇന്നൊരാൾക്ക് ഇന്ന് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവും, നമ്മൾ പ്രജുഡൈസ്ഡ് ആയി പോകും അല്ലെ, ഇന്ന ആൾക്ക് ഇതാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റാൻഡമൈസ്ഡ് ട്രയൽ നടത്തുന്നത്. അതായത് ചുമ്മാ ഇങ്ങനെ ഒരാൾക്ക് ഇത് കൊടുത്തു, ഒരാൾക്ക് മെഡിസിൻ കൊടുത്തു, പ്ലാസിബോ കൊടുത്തു, അങ്ങനെ ചെയ്യുന്നതാണ് എന്ത് റാൻഡമൈസ്ഡ് ട്രയൽ. അപ്പൊ അതെന്തിനാണ്, സെലക്ഷൻ ബയസ് ഒഴിവാക്കാനായിട്ട്. ഓക്കെ, ഇനി ഡബിൾ ബ്ലൈൻഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ ബ്ലൈൻഡ് ട്രയൽ എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും എന്താ ആർക്കും എന്ത് മെഡിസിനാ കൊടുത്തതെന്ന് ആർക്കും അറിയില്ല. അതായത് ഇപ്പോൾ കഴിക്കുന്ന ആൾക്കാർക്കും അറിയില്ല, കഴിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയില്ല പ്ലാസിബോ ആണോ കൊടുത്തത്, മെഡിസിൻ ആണോ കൊടുത്തത് എന്താണെന്നുള്ളത് അവരോട് ഒരിക്കലും നമ്മൾ പറയത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അവർ പ്രിജുഡൈസ്ഡ് ആയിപ്പോ അല്ലെ, ഞാൻ ഇന്ന മെഡിസിനാണ് കഴിച്ചിരിക്കുന്നത്, അപ്പൊ എനിക്ക് ഇന്ന സിംറ്റംസ് വരും എന്നുള്ളത് അവർ തന്നെ ഇതാകും. അതുകൊണ്ടാണ് നമ്മൾ പറയരുത് എന്ന് പറയുന്നത്. ഇപ്പൊ ഡബിൾ ബ്ലൈൻഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്,
പ്രൂവർ മാത്രമല്ല ബ്ലൈൻഡ് ആവുക, ബാക്കി മെഡിസിൻ കൊടുക്കുന്ന ആൾക്കാർ, അതായത് സൂപ്പർവൈസറോ പ്രൊജക്ട് ഡയറക്ടറോ, അവർക്ക് ആർക്കും അറിയില്ല അവർക്ക് എന്ത് മെഡിസിനാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഡബിൾ ബ്ലൈൻഡ് ട്രയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ട്, പ്ലാസിബോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അതായത് കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുക്കും, കുറച്ച് പേർക്ക് പ്ലാസിബോ കൊടുക്കും. അപ്പോൾ ഇതിൽ ആർക്കാണോ മെഡിസിൻ കൊടുത്തത്, ആർക്കാണോ പ്ലാസിബോ കൊടുത്തത്, അത് കഴിക്കുന്ന ആൾക്ക് പ്രൂവർക്കും അറിയില്ല, മെഡിസിൻ കൊടുത്ത ആൾക്കാർക്കും അറിയില്ല, പ്രൊജക്ട് മേൽനോട്ടം വയ്ക്കുന്ന പ്രൊജക്ട് ഡയറക്ടർക്കും അറിയില്ല. അതാണ് നമ്മൾ ഡബിൾ ബ്ലൈൻഡ് ട്രയൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്ലാസിബോ കൺട്രോൾ ട്രയൽ, അത് നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് മെഡിസിൻ കൊണ്ടാണോ ഉണ്ടായത്, അതോ ഇത് മെഡിസിന്റെ എഫക്റ്റ് കൊണ്ടല്ലേ എന്ന് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ എപ്പോഴും പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽ നടത്തുന്നത്. ഓക്കെ, അതായത് പ്ലാസിബോ കൺട്രോൾ ട്രയൽ നടത്തിയത് നമ്മൾ കുറച്ച് പേർക്ക് പ്ലാസിബോ കൊടുത്തു, കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുത്തു, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതായത് സെയിം അസുഖമുള്ള ആൾക്കാരിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഡയബറ്റീസ് ആയിട്ട് വന്ന, ഷുഗർ വന്ന ആൾക്കാരാണ്. ഓക്കെ, ആ ഷുഗർ വന്ന ആൾക്കാർക്ക് കുറച്ച് പേർക്ക് എന്താ മെഡിസിൻ ഒന്നും കൊടുത്തില്ല, പക്ഷെ അത് അവരറിയുന്നില്ല. കുറച്ച് പേർക്ക് എന്താ നമ്മൾ പ്ലാസിബോ കൊടുത്തു, കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുത്തു. അപ്പൊ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവരിൽ നോക്കുവാണ് എന്ത് ഇത് എന്താ എഫക്റ്റ്, അതായത് അസുഖം മാറിയോ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടാണോ അസുഖം മാറിയത്, അതല്ല, അത് മെഡിസിൻ എഫക്റ്റ് കൊണ്ടല്ല, അതായത് ഈ മെഡിസിൻ ഈ അസുഖം മാറ്റാനുള്ള എഫക്റ്റ് ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്ലാസിബോ കൺട്രോൾ ട്രയൽസ് നടത്തുന്നത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഡ്രഗ് പ്രൂവിംഗ് മെത്തഡോളജി, മൾട്ടി സെൻട്രിക് ട്രയൽ ഉണ്ട്, റാൻഡമൈസ്ഡ് ട്രയൽ ഉണ്ട്, പ്ലാസിബോ കൺട്രോൾ ട്രയൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടി സെൻട്രിക് ട്രയൽ എന്ന് പറഞ്ഞാൽ പല പല സ്ഥലങ്ങളിലായിട്ട് പല ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. പിന്നെ റാൻഡമൈസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് മെഡിസിൻസും പ്ലാസിബോയും കൊടുക്കുന്നത്. പിന്നെ പ്ലാസിബോ കൺട്രോൾ ട്രയൽ. അപ്പൊ അതിൽ നിങ്ങൾക്ക് മിക്കവാറും റാൻഡമൈസ്ഡ് ട്രയൽ എന്താ, അല്ലെങ്കിൽ ജസ്റ്റ് മൾട്ടി സെൻട്രിക് ട്രയൽ എന്താ, അത് മാത്രമേ സിലബസിൽ കണ്ടിട്ടുള്ളൂ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഡെഫിനേഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ പഠിക്കുക, ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അഫോർസം 143 പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഏത് അഫോർസ് ആണ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഡെഫിനേഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ മേടിക്കുക. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ മേടിക്കുക പറയുന്നത് അഫോർസം 143 എന്ന് പറയുന്നത് എന്താണ് ഈ മെറ്റീരിയൽ മേടിക്കുക എന്നാണ് പറയുന്നത്. ട്രൂ മെറ്റീരിയൽ മേടിക്കുക എന്താണ് പറയുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓർഗൻ ഓഫ് മെഡിസിൻ ബുക്കുള്ള പോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. മെറ്റീരിയൽ മെഡിക്ക എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അതിലാണ് നമ്മൾ എന്ത് ഹോമിയോപ്പതിയിലെ ഡ്രഗ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ് പ്രൂവിംഗ് ഒക്കെ നടത്തി അതെല്ലാം സിംറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഓരോ മെഡിസിൻസിൻ്റെതായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, അതാണ് എന്ത് മെറ്റീരിയൽ മെഡിക്ക. അപ്പൊ എന്താണ് ട്രൂ മെറ്റീരിയൽ മെഡിക്ക എന്നാണ് പറയുന്നത്. ഓക്കെ, എ കളക്ഷൻ ഓഫ് റിയൽ പ്യുവർ റിലയബിൾ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സിമ്പിൾ മെഡിസിൻ സബ്സ്റ്റൻസസ്, എ വോളിയം ഓഫ് ദ ബുക്ക് ഓഫ് നേച്ചർ വേർ ഇൻ is recorded a considerable array of peculiar changes of health and symptoms ascertained to belong to each of the powerful medicines. Okay, അപ്പൊ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡെഫിനേഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ മെഡിക്ക അഫോർസം 143 എന്താണ് ട്രൂ മെറ്റീരിയൽ മെഡിക്ക എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റിയൽ പ്യുവർ റിലയബിൾ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സിമ്പിൾ മെഡിസിനൽ സബ്സ്റ്റൻസസ്, എ വോളിയം ഓഫ് ബുക്ക് ഓഫ് നേച്ചർ therein is recorded a considerable array of peculiar changes of health and symptoms ascertained to belong to each of the powerful medicines. അതായത് ഓരോ മെഡിസിൻസിന്റെയും നമ്മൾ ഇതുപോലെ എന്താ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ കൊടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച, അതായത് ആ മെഡിസിൻസിന്റെ യഥാർത്ഥ ആക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു കളക്ഷനെയാണ്, ആ ഒരു കളക്ഷൻ ഓഫ് ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ മെറ്റീരിയൽ മെഡിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ മെഡിക്ക അഫോർസം 143 കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡ്രഗ് പ്രൂവിംഗ് പറഞ്ഞത്. അപ്പോൾ ഡ്രഗ് പ്രൂവിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹോമിയോപ്പതിക് ഡ്രഗ് പ്രൂവിങ്ങിനെ കുറിച്ച് പറയുന്നത് ഓർഗൻ ഓഫ് മെഡിസിനിലെ അഫോർസം 105 to 145 കേട്ടോ. 105 മുതൽ 145 വരെയാണ്. ഓക്കെ, അപ്പൊ 105 അഫോർസം 105 ഡെഫിനേഷൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ് ആണ് പറഞ്ഞത്. എന്താണ് ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് intended for the cure of natural diseases or investigating the pathogenic power of medicines. അതാണ് ഡെഫിനേഷൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡ്രഗ് പ്രൂവിംഗ് എപ്പോഴും ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിലാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അഫോർസം 106 ഓൾറെഡി, അതായത് 105 ഡെഫിനേഷൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിലാണ് നടത്തേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും.
അത് കഴിഞ്ഞിട്ട് അഫോഴ്സം 107 പറയുന്നത് എന്തുകൊണ്ടാണ് ഡ്രഗ് പ്രൂവിങ് സിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖമുള്ളവരിൽ നടത്തരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മെഡിസിൻസിന്റെ യഥാർത്ഥ എഫക്റ്റ് അറിയാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് ഓൾറെഡി സിക്കാണ്, ഡിസീസ് സിംറ്റംസ് ഉണ്ട്, അത് ഈ മെഡിസിൻ സിംറ്റംസ് ആയിട്ട് മിക്സപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് സിക്കായിട്ടുള്ള ആൾക്കാരിൽ മെഡിസിൻസ് പ്രൂവ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രഗ് പ്രൂവിങ് ഇൻ സിക്ക് പേഴ്സൺസ് ആണ് അഫോഴ്സം 107 പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അഫോഴ്സം 108 ഹാൻഡ്മാൻ പറയാണ് എന്തുകൊണ്ടാണ് ആരിലാണ് ഡ്രഗ് പ്രൂവിങ് നടത്തേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഫോഴ്സം 108 ഡ്രഗ് പ്രൂവിങ് ഇൻ ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് ഇൻ മോഡറേറ്റ് ഡോസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സോഴ്സസ്, അതായത് നമ്മൾ ഈ ഡ്രഗ്സിന്റെ ഒക്കെ പത്തോജെനിസിറ്റി അറിയാനായിട്ട് പണ്ടുണ്ടായിരുന്ന സോഴ്സസ് ഏതൊക്കെയായിരുന്നു എന്ന് പറയുന്നത് അഫോഴ്സം 110 നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ ആക്സിഡന്റൽ പോയിസണിങ്സ് ഒക്കെ വഴി ഓരോന്നൊക്കെ എടുത്തു കഴിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോമിസൈഡ്, അല്ലെങ്കിൽ കൊല്ലാനായിട്ട് ആൾക്കാർ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ, അങ്ങനെയൊക്കെയാണ് പണ്ട് നമ്മൾ ഈ മെഡിസിൻസിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നത്. അപ്പൊ അത് പറയുന്നത് അഫോഴ്സം 110 നമ്മുടെ ഈയിടെ അലളി കഴിച്ചിട്ട് മരിച്ച, അലറി കഴിച്ച് കാർഡിയക് അറസ്റ്റ് വന്ന കാർഡിയക് പോയ്സൺ ആണ് അലറി കഴിച്ച് മരിച്ച എക്സാമ്പിൾ ആലോചിക്കുക. ഒരു നഴ്സിന്റെ കാര്യം ഈയിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇഡിയോസിൻക്രോട്ടിക് പൂവർ എന്താന്ന് പറഞ്ഞു 117, അതായത് അഫോഴ്സം 117 അതായത് നോർമലി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും ചില സാധനങ്ങളോട്, അതായത് നോർമലി ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്ത ചില സാധനങ്ങളോട് ഇവർ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇഡിയോസിൻക്രോട്ടിക് പ്രൂവർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് അവര് ബെസ്റ്റ് പ്രൂവേഴ്സ് ആണ് പറയുന്നത്. അവർ ഏത് സാധനങ്ങളോടാണോ സെൻസിറ്റീവ് ആ സാധനങ്ങളോട് അതിൽ നമുക്ക് അവരെ പ്രൂവ് ചെയ്യാനായിട്ട് അവരെ പ്രൂവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള പ്രൂവേഴ്സ് ആണ് ഇഡിയോസിൻക്രോട്ടിക് പ്രൂവർ. ഇത് 117 പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം പ്രൂവിങ്ങിന്? ഡ്രഗ് സബ്സ്റ്റൻസ് വേണം, അത് പ്യുവർ ആൻഡ് ജെന്യുവൻ ക്വാളിറ്റി ആയിരിക്കണം. പ്രൂവർ വേണം, പ്രൂവർ എപ്പോഴും ഹെൽത്തി ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കണം. പിന്നെ എന്താണ്, ഒരു നോർമൽ സറൗണ്ടിങ്സ്, അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് വേണം. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻസ് അഫോഴ്സം 123 പറഞ്ഞത്. അപ്പൊ ഡ്രഗ് പ്രൂവിങ്ങിന് എങ്ങനെയാണ് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എപ്പോഴും സിമ്പിൾ അൺഅഡൾട്ടേഡ് ഫോമിൽ എടുക്കണം. ഇൻഡിജിനസ് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. നമ്മൾ ആൽക്കഹോൾ എപ്പോഴും മിക്സ് ചെയ്യുന്നത് സ്പോയിൽ ചെയ്യാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ അതൊരു എക്സോട്ടിക്സ് അല്ലെങ്കിൽ ഫോറിൻ വെജിറ്റബിൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ ടിഞ്ചർ ഫോമിൽ അല്ലെങ്കിൽ പൗഡർ ഫോമിൽ, സോൾട്ടും ഗം ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട്, ഡ്രൈ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് കട്ട് ചെയ്ത് പീസാക്കി അതിൽ കുറച്ച് ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് ഒരു ഇൻഫ്യൂഷൻ ആക്കിയിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡയറ്റ് ആൻഡ് റെജിമെന്റ് പറയുന്നത് അഫോഴ്സം 125 നമ്മൾ ഡയറ്റ് ആൻഡ് റെജിമെന്റ് അക്യൂട്ട് ക്രോണിക് ഡിസീസ് പഠിച്ച പോലെ ഡ്രഗ് പ്രൂവിങ്ങിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലും പറയുന്നത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം, സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിരിക്കണം, സ്പൈസസ്, ഗ്രീൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എല്ലാ സാലഡ്സ്, ഹെർബ് സൂപ്സ് എല്ലാം മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ളതാണ്, അതെല്ലാം ഒഴിവാക്കണം. അതുപോലെ എല്ലാ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പ്യുവർ വൈൻ, കോഫി, ടീ, ബ്രാൻഡി അതെല്ലാം അവോയ്ഡ് ചെയ്യണം. പിന്നെ ലീസ്റ്റ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള കുറച്ച് സാധനങ്ങൾ, ചില യങ് ഗ്രീൻ പീസ്, അതുപോലെ ഗ്രീൻ ഫ്രഞ്ച് പീസ്, പിന്നെ 6ാമത്തെ എഡിഷനിൽ ഒരു ബോയിൽഡ് പൊട്ടറ്റോസ്, പിന്നെ ക്യാരറ്റ്, ഇത്രയുമാണ് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. അപ്പൊ കഴിക്കാവുന്ന സാധനങ്ങൾ ഡ്രഗ് പ്രൂവിങ്ങിൽ എന്തൊക്കെയാണ്? യങ് ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് പീസ്, ബോയിൽഡ് പൊട്ടറ്റോസ് ആൻഡ് ക്യാരറ്റ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ ഇൻ ഡ്രഗ് പ്രൂവിങ് അത് അഫോഴ്സം 126 പറയുന്നത്. അപ്പൊ പ്രൂവർ എപ്പോഴും എന്തായിരിക്കണം? എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം. യാതൊരുവിധ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഓവർ എക്സേർഷൻസും പാടില്ല, ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പാടില്ല, സ്വന്തമായിട്ട് നല്ലോണം സെൽഫ് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, ഇന്റലിജന്റ് ആയിരിക്കണം, കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ആക്യുറേറ്റ് ആയിട്ടുള്ള ടേംസിൽ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ സഫിഷ്യന്റ് ഇന്റലിജൻസ് ഉള്ള ആളായിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, അത് 6ാമത്തെ എഡിഷനിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ട്രസ്റ്റ് വർത്തി ആൻഡ് കൺസെൻഷ്യസ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരിലും, എല്ലാ ഏജിലും, എല്ലാ മെയിൽ ഫീമെയിൽ സെക്സിലും, എല്ലാ സ്ഥലങ്ങളിലും, പല പല ലൊക്കേഷനിലും ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോസ് ആൻഡ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ,
അത് പറയുന്നത് 126ലാണ്. അപ്പൊ ആ അഫോഴ്സം നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനും ഡോസും പറയുന്നത് അഫോഴ്സം 126ലാണ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ അഫോഴ്സം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുള്ളത്. അപ്പോൾ മെഡിസിൻസ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം. അപ്പൊ എംപ്റ്റി സ്റ്റൊമക്കിൽ 30th പൊട്ടൻസിയാണ് കൊടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞ മോഡറേറ്റ് ഡോസിലാണ് ഡ്രഗ് പ്രൂവിംഗ് നടത്തുന്നത്. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ 30th പൊട്ടൻസിയിൽ 4 to 6 വെരി സ്മോൾ ഗ്ലോബ്യൂൾസ് ആണ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഹ്യൂമൻ ബീയിങ്സിന്റെയും ഹ്യൂമൻ പ്രൂവിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം. സബ്ജക്റ്റീവ് സിംറ്റംസ്, പെക്യുലർ സിംറ്റംസ്, കംപ്ലീറ്റ് സിംറ്റംസ് എല്ലാം കിട്ടുന്നത് ഹ്യൂമൻ പ്രൂവിങ്ങിലാണ്. അനിമൽ പ്രൂവിങ്ങിലാണെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടില്ല. അനിമൽസിലും ഹ്യൂമൻ ബീയിങ്സിലും എഫക്റ്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇൻഡിവിജ്വലൈസേഷൻ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അനിമൽ പ്രൂവിങ്സിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അവരിൽ പ്രൂവ് ചെയ്യാം, ഏത് ഡോസിൽ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം, ഏത് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ മെഡിസിൻ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മെഡിസിന്റെ ടോക്സിക് നമ്മൾ എപ്പോഴും നോക്കുന്നത് മെഡിസിന്റെ പതോജനിക് പവർ, അതായത് മെഡിസിൻ അസുഖം ക്യൂർ ചെയ്യാനുള്ളതാണ് നോക്കുന്നത് അല്ലേ. പക്ഷേ മെഡിസിൻ ഡോസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് ഒക്കെ നമുക്ക് ആനിമൽ പ്രൂവിങ്ങിൽ സാധ്യമാണ്. അതുപോലെ പത്തോളജിക്കൽ ചേഞ്ചസ്, അതായത് ഓരോ അവയവങ്ങളിലും ഓരോ മെഡിസിൻ കഴിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക, അതൊക്കെ നമുക്ക് ആനിമൽ പ്രൂവിങ്ങിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് സിംറ്റംസ് ആണ്. നമ്മൾ പറഞ്ഞു ഈ പ്രൂവിങ്ങിൽ നമ്മൾ 30th പൊട്ടൻസിയിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ 4 to 6 ഗ്ലോബ്യൂൾസ് നമ്മൾ ഈ സിംറ്റംസ് നമ്മളിൽ ഉണ്ടാകുന്നത് വരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സിംറ്റംസ് നമ്മൾ ഡേ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഡേ ബുക്കിൽ നമ്മൾ സിംറ്റംസ് ഡേറ്റ് ഇട്ട്, ടൈം ഇട്ട്, എത്ര കാലം നിലനിന്നു, എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടായത്, കംപ്ലീറ്റ് സിംറ്റംസ്, അതായത് ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റീസ്, കൺകോർഡൻസ്, അതെല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ലിറ്ററേറ്റ് പ്രൂവർ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയൊക്കെ അറിയുന്ന ആൾക്കാർ, അത് അഫോഴ്സം 139ലാണ് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്യുക. ഇനി എഴുത്ത് വായന അറിയാത്ത ആൾക്കാരിൽ, അതായത് ഇല്ലിറ്ററേറ്റ് പ്രൂവറിൽ പറയുന്ന അഫോഴ്സം 140 ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണ്, ഫിസിഷ്യനാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി എന്താണ് പ്രൂവറിന്റെ സ്വന്തം സെൻസേഷനിൽ അതേ നറേഷനിൽ എഴുതണം. അത് നമ്മൾ യാതൊരു എന്താ പറയുക, യാതൊരു വ്യത്യാസം വരുത്താൻ പാടില്ല. പ്രൂവർ പറഞ്ഞ അതേ ലാംഗ്വേജിൽ തന്നെ എഴുതണം. ഓക്കെ, ഇനി ഏറ്റവും നല്ല പ്രൂവർ, അതായത് ബെസ്റ്റ് പ്രൂവർ എന്ന് പറയുന്നത് അഫോഴ്സം 141 ആണ്. ഓക്കെ, ബെസ്റ്റ് പ്രൂവറിന്റെ അഫോഴ്സം ഓർത്ത് വയ്ക്കുക. അഫോഴ്സം 141 ആണ്. ആരാണ്? ഹോമിയോപ്പതി ഫിസിഷ്യൻ ഹിംസെൽഫ് ഈസ് ദ ബെസ്റ്റ് പ്രൂവർ. അതായത് ഹെൽത്തി അൺപ്രജുഡൈസ്ഡ് സെൻസിറ്റീവ് ഫിസിഷ്യൻ ഈസ് ദ ബെസ്റ്റ് പ്രൂവർ. കാരണം ബെസ്റ്റ് പ്രൂവർ എന്ന് പറഞ്ഞാൽ ഫിസിഷ്യനാണ്. കാരണം ഫിസിഷ്യനാണ് ഏറ്റവും നന്നായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും സെൻസ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും നന്നായിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഫിസിഷ്യൻ ഹിംസെൽഫ് ഈസ് ദ ബെസ്റ്റ് പ്രൂവർ. അത് അഫോഴ്സം 141ലാണ് കേട്ടോ. പിന്നെ തറൗലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് മെഡിസിൻ, അത് അഫോഴ്സം 135ലാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തറൗലി പ്രൂവ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഏജിലും പിന്നെ ഡിഫറെന്റ് സെക്സിലും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും എല്ലാ ലൊക്കാലിറ്റിയിലും പ്രൂവ് ചെയ്തതായിരിക്കണം. പിന്നെ വീണ്ടും വീണ്ടും, അതായത് റീപ്രൂവിംഗ് നടത്തുന്ന സമയത്ത് ന്യൂ സിംറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നേരത്തെ ഓൾറെഡി പ്രൂവ് ചെയ്ത സിംറ്റംസ് തന്നെ ആയിരിക്കണം വീണ്ടും വരുന്നത്. അപ്പൊ അതാണ് എന്ത്, ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡ്രഗിനെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ തറൗലി പ്രൂവ്ഡ് മെഡിസിൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഹോമിയോപ്പതി പത്തോജനറ്റിക് ട്രയൽ, അതായത് പ്രൂവിംഗ് പ്രോട്ടോകോൾ ആണ്. നമ്മൾ 3 കാര്യങ്ങൾ, പ്രൂവിംഗ് പ്രോട്ടോകോളിൽ 3 കാര്യങ്ങളാണ്, 3 കമ്പോണൻസ് ആണുള്ളത്. ടെസ്റ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡ്രഗ് സബ്സ്റ്റൻസ്, പ്രൂവിംഗ് ടീം ആൻഡ് മെത്തഡോളജി. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സബ്സ്റ്റൻസ്, പ്രൂവിംഗ് ടീം ആൻഡ് മെത്തഡോളജി. ടെസ്റ്റ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഡ്രഗ് സബ്സ്റ്റൻസ്, അത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പ്യുവർ ആയിരിക്കണം, അൺഅഡൾട്ടേഡ് ആയിരിക്കണം, ആക്യുറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്ത സാധനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഫാർമക്കോപ്പിയിലെ ഡയറക്ഷൻസ് പ്രകാരം പ്രിപ്പയർ ചെയ്തതായിരിക്കണം. ടോക്സിക്കോളജിക്കൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പ്രൂവിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ പൊട്ടൻസീസിലും പ്രൂവ് ചെയ്യണം. പിന്നെ പ്രൂവിംഗ് ടീം എന്ന് പറഞ്ഞാൽ പ്രൂവിംഗ് ടീമിൽ 4 ആൾക്കാരുള്ളത്. മാസ്റ്റർ പ്രൂവർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡയറക്ടർ, അയാളാണ് പ്രൂവിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. പിന്നെ അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസർ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഉണ്ടാവും. പിന്നെ പ്രൂവിംഗ് സൂപ്പർവൈസർ, പിന്നെ പ്രൂവേഴ്സ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ പ്രൂവർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊജക്ട് ഡയറക്ടർ ഉണ്ടാവും, അഡ്വൈസർ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഉണ്ടാവും, പ്രൂവിംഗ് സൂപ്പർവൈസർ, പിന്നെ പ്രൂവർ. പിന്നെ മെത്തഡോളജി, മൾട്ടി സെൻട്രിക് ട്രയൽ, റാൻഡമൈസ്ഡ് ട്രയൽ, പ്ലാസിബോ കൺട്രോൾ ട്രയൽ. മൾട്ടി സെൻട്രിക് ട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പ്രൂവ് ചെയ്യുന്നതാണ്, സെയിം മെഡിസിൻ്റെ തന്നെ എഫക്റ്റ് അറിയാൻ വേണ്ടി. അതാണ് മൾട്ടി സെൻട്രിക് ട്രയൽ. പിന്നെ റാൻഡമൈസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ മെഡിസിനും പ്ലാസിബോയ്ക്ക് റാൻഡം ആയിട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും സെലക്ഷൻ ബയസ് ഒഴിവാക്കാനായിട്ടാണ്. പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽ ആണെങ്കിൽ നമ്മളെപ്പോഴും എക്സ്പെരിമെന്റൽ ബയസ് ഒഴിവാക്കാനായിട്ട്. അതായത്
പ്രത്യേകിച്ച് ഒരു ഡ്രഗ്സിന്റെ ഒക്കെ എഫക്റ്റ് ആ ഡ്രഗ്സിൻ്റെ കൊണ്ടാണോ അസുഖം മാറിയത് അങ്ങനെയൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ പ്ലാസിബോ കൺട്രോൾഡ് ട്രയൽ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്ലൈൻഡ് കൺട്രോൾ ട്രയൽ അല്ലെങ്കിൽ പ്ലാസിബോ കൺട്രോൾ ട്രയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേത് സിംഗിൾ ബ്ലൈൻഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ പ്രൂവർക്ക് ഒരിക്കലും അറിയില്ല, അതായത് പ്രൂവർക്ക് ഏത് മെഡിസിനാണ് കഴിക്കുന്നതെന്ന് ഒരിക്കലും അറിയില്ല. അതിന് നമ്മൾ സിംഗിൾ ബ്ലൈൻഡ്, അതായത് പ്രൂവർ മാത്രം ബ്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, ഡബിൾ ബ്ലൈൻഡ് അല്ലെങ്കിൽ ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾ ട്രയൽ എന്നൊക്കെ പറഞ്ഞാൽ മെഡിസിൻ കൊടുക്കുന്ന ആൾക്കും അറിയില്ല, പ്രൊജക്ട് ഡയറക്ടർക്കും അറിയില്ല, പ്രൂവർക്കും അറിയില്ല. ഓക്കെ, അതാണ് ഡബിൾ ബ്ലൈൻഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡ്രഗ് പ്രൂവിങ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഡെഫിനീഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ മേടിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ സിലബസിലാണ്. ഡെഫിനീഷൻ ഓഫ് ട്രൂ മെറ്റീരിയൽ മേടിക്കുക ഹാൻഡ്മാൻ പറയുന്നത് അഫോഴ്സം 143-ലാണ്. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്ത് വെച്ച റെക്കോർഡ് ചെയ്ത് വെച്ച എല്ലാത്തിൻ്റെയും ഒരു കളക്ഷൻ. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? എ കളക്ഷൻ ഓഫ് റിയൽ പ്യുവർ റിലയബിൾ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സിമ്പിൾ മെഡിസിനൽ സബ്സ്റ്റൻസസ്, എ വോളിയം ഓഫ് ബുക്ക് ഓഫ് നേച്ചർ wherein is recorded a considerable array of peculiar changes of the health and symptoms ascertained to belong to each of the powerful medicines. ഓരോ മെഡിസിൻസും ഇതുപോലെ പ്രൂവ് ചെയ്ത് വെച്ച് ഹെൽത്തി സ്റ്റേറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ബുക്കാണ് എന്ത് ട്രൂ മെറ്റീരിയൽ മേടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് അഫോഴ്സം 143-ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഡ്രഗ് പ്രൂവിങ്. ഇത്രയും കാര്യങ്ങളെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നേരത്തെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്വാളിറ്റീസ്, പിന്നെ ഡയറ്റ് ആൻഡ് റെജിമൻ, ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ബെസ്റ്റ് പ്രൂവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നല്ല മൾട്ടി സെൻട്രിക് ട്രയൽ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക കേട്ടോ. മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതൊക്കെയാണ്. നേരത്തെ മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ചോദിച്ചത്. ഡയറ്റ് റെജിമൻ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ചും ചോദിച്ച് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്.